ഷലോം. നെറീന ഫ്രാൻസിസ്, യെരുശലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഇസ്രായേൽ സമയം 10:30 11:30 12:30 1 മണി, നാട്ടിൽ 1 മണിയാണ്. എങ്കിലും കുഴപ്പമില്ല. ഇസ്രായേലിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പം അറിയണം എന്ന് താല്പര്യത്തോടു കൂടി വാർത്തകളിലെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെല്ലാവരും തന്നെ വാർത്തകളിൽ ഈ ലൈവ് ഇപ്പോൾ കാണാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടാകുമല്ലോ. വളരെ സന്തോഷം. കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് എനിക്ക് വരേണ്ടി വന്നത്. ഞാൻ ഇന്ന് പോയി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയമായിപ്പോയി പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് കഴിക്കാനും കൂടി അങ്ങ് സമയമെടുത്തു. അങ്ങനെ വളരെ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൻ്റെ തനതായ രീതിയിൽ ഏറ്റവും മനോഹരമായ ദം ബിരിയാണിയൊക്കെ ഞാൻ ഇന്ന് ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ എന്തായാലും അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വാർത്താ ചാനലുകളിലെല്ലാം തന്നെയുള്ള വാർത്തകളെല്ലാം സ്ഥിരമായി കേൾക്കുന്നുണ്ടല്ലോ ഇപ്പം എന്താ നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച്. ഇസ്രായേലിലെ വാർത്തകളെ എല്ലാം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്തകൾ നിങ്ങൾക്ക് കുറേ വാർത്തകൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ. സത്യത്തിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ എന്താ പറയുന്നത്, ഈ വാർത്തകളെല്ലാം തന്നെ കേരളത്തിലെ ചാനലുകൾ കൊടുക്കുന്ന വാർത്തകളെ ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറയാൻ കാരണം, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ഒരു ഇതാണല്ലോ നമ്മുടെ ഇസ്രായേൽ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിന് ഒരു പ്ലാനും ഒരു പദ്ധതിയും ഉണ്ടായിരുന്നു. ഈ യുദ്ധത്തെക്കുറിച്ചും ഇറാനെ ആക്രമിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഒരു പദ്ധതി നേരത്തെ ഇസ്രായേലിന് ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ പ്രകാരമായിട്ടാണ് വളരെ തന്ത്രപരമായിട്ട് ഇസ്രായേൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ആക്ച്വലി ഇസ്രായേലിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും ലോകത്തിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യമേ അറിയിച്ചു കൊള്ളുകയാണ്. അവരുടെ വാർത്തകൾ കേട്ട് ആഹ്ലാദ തിമിർപ്പിലാകുകയും അവരുടെ വാർത്തകൾ കേട്ട് ഇസ്രായേലിനെ ദിനം പ്രതി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുടുക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് പ്രിയ സഹോദരങ്ങളെ. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകണം. എന്നാൽ മാത്രമേ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഈ ഓപ്പറേഷൻ പൂർത്തീകരിക്കാൻ ഇസ്രായേലിന് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യുക, ഇസ്രായേലിലോട്ട് നട്ടിരിക്കുക. നിങ്ങൾ നട്ടിരിക്കണം, നട്ടിരുന്നേ പറ്റത്തുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, ഇസ്രായേലിലെ ബെത്ഷേബ എന്ന് പറയുന്ന ഹോസ്പിറ്റലിനകത്ത് ബോംബ് വീണു. അപ്പോൾ ഈ ബോംബ് വീണ സമയത്ത് നമ്മുടെ സുടുക്കൾക്കെല്ലാം ഭയങ്കര സന്തോഷം. മാധ്യമങ്ങളെല്ലാം ഭയങ്കര സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യുകയാണ്, ആഹ്ലാദ തിമിർപ്പിൽ മാധ്യമങ്ങളെല്ലാം ഇസ്രായേലിനേറ്റ പ്രഹരം, ഇസ്രായേൽ ബെർഷേവ ഹോസ്പിറ്റലിൽ, ഇത് നിങ്ങൾ ഇങ്ങനെ പറയണം എന്നുള്ളത് തന്നെയായിരുന്നു ഇസ്രായേലിന്റെയും പ്ലാന്. അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് അറിയിച്ചു തരാം. ഈ സുടുക്കൾ കരഞ്ഞത് കൊണ്ടും കുറുക്കന്റെ കൂട്ടിലിരുന്നു കൊണ്ട് കുറുക്കനെ ബുദ്ധി പഠിപ്പിക്കുന്ന ഇസ്രായേലിന് വാവ്, അമേസിംഗ് ഇസ്രായേൽ. കാരണം കഴിഞ്ഞ ദിവസം ബെർഷേവ ഹോസ്പിറ്റലില് ആശുപത്രിയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. ആക്ച്വലി അവിടെ ബോംബ് സ്ഫോടനം നടക്കുമെന്നുള്ളതിന്, മിസൈൽ ആക്രമണം നടക്കുമെന്നുള്ളത് നേരത്തെ തന്നെ ആർക്കറിയാമായിരുന്നു? മൊസാദിന് അറിയാമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം വരെയും ഹോസ്പിറ്റലിലെ പേഷ്യൻസ് മുഴുവൻ, അതായത് ഈ ബോംബ് സ്ഫോടനം, ഈ മിസൈൽ ആക്രമണം നടക്കുന്നതിന്റെ തലേ ദിവസം വരെയും ഈ പേഷ്യൻസിനെല്ലാം പാർപ്പിച്ചിരുന്ന കെട്ടിടം അതായിരുന്നു. ആ കെട്ടിടത്തിലായിരുന്നു ഈ പേഷ്യൻസിനെല്ലാം പാർപ്പിച്ചിരുന്നത്. പക്ഷേ കൃത്യമായിട്ട് ആ കെട്ടിടത്തിലേക്ക് മിസൈൽ വന്ന് പതിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയ ഇസ്രായേല് കഴിഞ്ഞ ദിവസം രാത്രിയില് അവർ 3-ാം നിലയുടെ താഴെ സകല പേഷ്യൻസിനെയും കൈമാറ്റം ചെയ്തു. അതാണ് അതിനേക്കാൾ രസം. നീ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ഇസ്രായേൽ മാനത്ത് കാണുമെടാ വിവരം കെട്ടവന്മാരെ. അതാണ് ഇസ്രായേല്, മനസ്സിലായോ? അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു, ഈ കെട്ടിടത്തിൽ മിസൈൽ പതിക്കും. അതായത് ഇത്രയും ദിവസത്തെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം തന്നെ, ഈ അലാറം അടിക്കുന്ന സമയത്തെല്ലാം തന്നെ എന്ത് ചെയ്യുമായിരുന്നു, ഈ പേഷ്യൻസിനെ എല്ലാം പാർപ്പിച്ചിരുന്ന കെട്ടിടമായിരുന്നു ആ കെട്ടിടം. പക്ഷെ ആ കെട്ടിടത്തിൽ തന്നെ കൃത്യമായി മിസൈൽ ആക്രമണം നടക്കുമെന്ന് മുന്നമേ മനസ്സിലാക്കിയ ഇസ്രായേല് ആ കെട്ടിടത്തിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് എല്ലാ പേഷ്യൻസിനെയും അണ്ടർഗ്രൗണ്ടിലേക്ക് അവർ മാറ്റിയതും അതേ കെട്ടിടത്തിന് മേളിലാണ് എന്ത് പതിഞ്ഞത്, ഈ മിസൈൽ ആക്രമണം പതിഞ്ഞതും
നിങ്ങളെല്ലാം കരയണമെന്ന് ഇസ്രായേൽ ആഗ്രഹിച്ചതും ലോകത്തിലെ സകല മാധ്യമങ്ങളും ഇത് കരയണമെന്ന് ഇസ്രായേലിന്റെ പദ്ധതിയായിരുന്നു. മനസ്സിലായോ? ലോകത്തിലെ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ കരയണം എന്നുള്ളത് ഇസ്രായേലിന്റെ പദ്ധതിയായിരുന്നു. നിങ്ങൾ അതുപോലെ തന്നെ കരയുകയായിരുന്നു. കാരണം റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം, ഗാസയെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം എന്തുവായിരുന്നു? ഗാസയിലുള്ള ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ഇസ്രായേലിനെ ആക്രമിച്ചതും ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തതും ഇസ്രായേലിലുള്ള ജനങ്ങളെ കൊന്നൊടുക്കിയതൊന്നും മാധ്യമങ്ങൾക്ക് വാർത്തയാക്കണ്ടായിരുന്നു. അതൊന്നും ലോകത്തോട് ആരും പറയാൻ തയ്യാറുമല്ലായിരുന്നു. അവരെല്ലാവരും ഗാസയെ ആക്രമിക്കുന്നു, ഗാസയിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, ഗാസയിലെ ഗർഭിണികൾ മരിച്ചു വീഴുന്നു എന്ന് പറഞ്ഞുള്ള വാർത്തകൾ മാത്രം തള്ളി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടോ ഇസ്രായേൽ ചെയ്ത പരിപാടി? നിങ്ങളെ മുഴുവനെയും ഇസ്രായേലിലോട്ട് തിരിച്ചുവിട്ടു. ഇന്ന് ടെഹ്റാൻ നിന്ന് കത്തുന്നു. ടെഹ്റാൻ നിന്ന് ഉരുകിച്ചാകി അവന്റെ നട്ടല് വളച്ചു വെച്ച് ഇസ്രായേൽ അമ്പ് വളയ്ക്കുന്നത് പോലെ വളച്ചു വെച്ചവന്റെ നട്ടലടിച്ച് പൊളിച്ചിട്ടും കരച്ചിന് മുഴുവനും ഇസ്രായേലിനെ നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ കരയണം. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞാൽ മാത്രമേ ഇസ്രായേലിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞാൽ മാത്രമേ ഇസ്രായേലിനെ അവരെ നടുവടിച്ച് പൊടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളെ മുഴുവനെയും ശ്രദ്ധ മുഴുവനും ഇസ്രായേലിലോട്ട് തിരിച്ചു വിട്ടിട്ട് ടെഹ്റാനിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പുറത്തേക്ക് വിടാതെ ഇസ്രായേലിൽ തന്നെ റൈസിംഗ് ലൈൻ എന്നുള്ള പദ്ധതി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ പ്രിയ സഹോദരങ്ങൾ? ഇതാണ് ഇസ്രായേൽ പോലും ഇസ്രായേലിന്റെ പദ്ധതിക്ക് മാധ്യമങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ ബുദ്ധി ഉണ്ടല്ലോ, പറഞ്ഞു വിവരിക്കാൻ വാക്കുകളില്ല ഇസ്രായേലിന്റെ ആ ബുദ്ധിയെ. ലോകത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ ഇസ്രായേലിന്റെ പദ്ധതിക്ക്. കാരണം ഇസ്രായേൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബെർഷേബ ഹോസ്പിറ്റലിൽ മിസൈൽ ആക്രമണം നടക്കുമെന്ന് മുന്നമേ മണത്തറിയുകയും അയൺ ഡോം കൊണ്ട് അത് പ്രതിരോധിക്കാതെ അവിടെ തന്നെ വീഴട്ടെ എന്ന് പറഞ്ഞ് ഇസ്രായേൽ സമ്മതിച്ചു കൊടുത്തതിന്റെ പിന്നെ കാരണം, ഈ ഇസ്രായേല് ടെഹ്റാനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അതിശക്തമായ ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഇസ്രായേലിന് പ്രകരമേറ്റത് ലോകത്തെ കാണിച്ചു കൊടുത്തേ പറ്റും. അല്ലാതെ ഇസ്രായേൽ വരുന്നതെല്ലാം ഇങ്ങനെ മിസൈൽ കൊണ്ട് തകർത്തുകൊണ്ടിരുന്നാൽ ഈ കരച്ചിന് മുഴുവൻ തിരിഞ്ഞ് ടെഹ്റാനെ നോക്കി നിങ്ങൾ കരയും. നിങ്ങൾ ഇന്ന് ഇസ്രായേലിനെ നോക്കി കരയുന്നൊരു കരച്ചിലുണ്ടല്ലോ, ഈ കരച്ചിൽ മുഴുവൻ ടെഹ്റാനെ നോക്കി കരയും. നിങ്ങൾ വിളിച്ചു പറയും, അയ്യോ ടെഹ്റാനെ ഇസ്രായേൽ പ്രകോപിപ്പിക്കുന്നത് കൊണ്ടോ അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങും. അപ്പോൾ ബുദ്ധിപരമായി തന്ത്രപരമായി ടെഹ്റാനിന് അപ്പൊ ഇന്ന് ലോകരാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ നോക്കി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലോകരാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ നോക്കി പറയാൻ പറ്റത്തില്ല എന്ത് ചെയ്യരുത്, ടെഹ്റാനെ ആക്രമിക്കരുത്. കാരണം ബെർഷേബ എന്ന് പറയുന്ന ഹോസ്പിറ്റലിനകത്താണ് ഇവന്മാർ മിസൈലിട്ടിരിക്കുന്നത്. അത് ഇസ്രായേലിന്റെ അയൺ ഡോം മനഃപൂർവ്വം തടുക്കാതെ ആ ബിൽഡിങ്ങിൽ മനഃപൂർവ്വം അഴിച്ചുവിട്ട പൊട്ടിക്കാൻ വിട്ടുകൊടുത്തോണ്ടാണ്. കാരണം പേഷ്യൻസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. സകല പേഷ്യൻസിനെ ഇസ്രായേൽ മാറ്റി. ഒരു പേഷ്യൻസിനും പരിക്കേറ്റില്ല. തുച്ഛമായ 6 പേർക്കെങ്ങാണ്ട് ചെറുതായ സാരമായ പരിക്കുകൾ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഒറ്റ കണക്കിന് പരിക്ക് പോലും എടുക്കാതെ ഒരു മരണവും സംഭവിക്കാതെ വളരെ തന്ത്രപരമായി പ്ലാൻ പദ്ധതി തയ്യാറാക്കിയ ഇസ്രായേല് അത് വേണം. എന്നാലും ഒരു ടെഹ്റാന്റെ മൂട്ടിനകത്ത് കയറ്റിയിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റൽ അടിച്ചു എന്നുള്ള ഒറ്റ കാരണം മതി ടെഹ്റാന്റെ അണ്ടഘടകങ്ങൾ പൊളിക്കാൻ ഒരവസരമായി. ഇല്ലെങ്കിൽ ലോകരാജ്യങ്ങളൊക്കെ എന്ത് പറഞ്ഞേനെ, അയ്യോ ഇസ്രായേലും പ്രകോപനപരമില്ലാതെ. സജിത ജോസേനി ഒരു കാഷ്വാലിറ്റി ഇല്ല. ആകെ കൂടിയുള്ളത് അൻസാരി മുഹമ്മദ്
നീയൊക്കെ വാർത്തക ചാനലുകൾ കണ്ടിരുന്ന് മെഴുകുമല്ലേ? കണ്ടിരുന്ന് നല്ലതുപോലെ മെഴുകിക്കോ. മനസ്സിലായോ? നല്ലതുപോലെ കിടന്ന് മെഴുകിക്കോടാ. എടാ വിവരം കെട്ടവന്മാരെ, മൊസാദിന്റെയും ഇസ്രായേലിന്റെയും കാനബുദ്ധിയിൽ നീയൊക്കെ വന്ന് വീണ് കിടന്ന് ഇസ്രായേലിനെ ഓർത്ത് കരയുന്ന കാഴ്ചയുണ്ടല്ലോ. ഇത് ഇസ്രായേലിന് എന്നും ഗുണം ചെയ്യത്തേ ഉള്ളൂ. ഇല്ലെങ്കിൽ ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ നോക്കിയിട്ട് പറയും, അയ്യോ ടെഹ്റാനെ വെറുതെ വിടൂ, ടെഹ്റാനെ ഒന്നും ചെയ്യില്ലേ. നിങ്ങളിപ്പോ ടെഹ്റാനെ വല്ലതും കാണുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണു മുഴുവൻ ഇസ്രായേൽ. കാരണം പക്ഷെ അങ്ങനെയല്ലല്ലോ, ഗാസയിലല്ലോ 24 hours നിങ്ങളുടെ കണ്ണിരുന്നത്. ഇസ്രായേലിൽ കണ്ണിരുന്നില്ലായിരുന്നല്ലോ നിങ്ങളുടെ കണ്ണ്. ഇതാണ് ഇസ്രായേല്. ഇന്ന് ലോകത്തിന്റെ മാധ്യമങ്ങളെ മുഴുവനെയും ഇസ്രായേലിലേക്ക് തിരിച്ചു വിട്ടിട്ട് ടെഹ്റാന്റെ കുണ്ടിക്കടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് കൊടുക്കൈ പ്രിയ സഹോദരങ്ങളെ. ഇവന്മാർ ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളിവിടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നോ? ഇസ്രായേലിന് കൂടി പോയ 2-3 കെട്ടിടങ്ങൾ പൊളിയുമായിരിക്കും. ആ കെട്ടിടങ്ങളൊക്കെ ഇസ്രായേൽ നല്ലതുപോലെ തിരിച്ചു പണിയാൻ ഇസ്രായേൽ നല്ല കഴിവും കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്രായേൽ ടെഹ്റാനില് അവന്റെ അണ്ടഘടകങ്ങളിൽ അവന്റെ ആസ്തിയിൽ മുഴുവനും അവൻ ഒരുക്കി വെച്ചിരുന്ന ഭൂഗർഭശാലകൾ തകർന്നു. അവന്റെ എണ്ണ ടാങ്കറുകൾ തകർന്നു. അവന്റെ മിസൈൽ സംഭരണശാല തകർന്നു. അവന്റെ ആയുധ ശേഖരം തകർന്നു. അവന്റെ യുറാനിയം സംഭരണശാല തകർന്നു. പിന്നെ അവൻ ഉണ്ടാക്കി വെച്ച അവന്റെ ജന്മത്തിന് അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ആണവം ആറ്റം ബോംബ് അവന്റെ കുണ്ടി കൊണ്ട് വളിവിട്ട് ഉണ്ടാക്കാവുന്നതല്ലാണ്ട് അല്ലാതെ ഇനി ജന്മത്തിന് ആണവം ഉണ്ടാക്കാൻ പറ്റുമോ? എടാ വിവരം കെട്ടവന്മാർ അവിടെ കൊണ്ട് അടിയുടെ ഒരു അംശത്തിന്റെ അംശം നിങ്ങളെയൊക്കെ അവന്മാർ പറഞ്ഞിരുന്നുണ്ടോ വാർത്താ ചാനലുകളെ? ശ്രദ്ധ മുഴുവനും ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് അവിടെ അടിക്കുന്ന അടിയുണ്ടോ? അതാണ് ഇസ്രായേലിന്റെ ബുദ്ധി. മനസ്സിലായോ? ശ്രദ്ധ മുഴുവനും ഇസ്രായേലിനെ അടിക്കുന്ന അടി ഉണ്ടല്ലോ. എടാ വിവരം കെട്ടവനെ ബർഷേബ ഹോസ്പിറ്റലിൽ ഒരെണ്ണത്തിന് പോലും ഒന്നും സംഭവിച്ചില്ല. അതാണ് ഇസ്രായേലിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ഇത് വീഴുമെന്നുള്ളത് ഇസ്രായേൽ നേരത്തെ കണ്ടിട്ട് ആ കെട്ടിടത്തിലുണ്ടായിരുന്നവരെല്ലാവരെയും ഇസ്രായേൽ ഓൾറെഡി തന്നെ ഒഴിപ്പിച്ച് മാറ്റിയിട്ട് ആ കെട്ടിടം തകർക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. എന്നിട്ട് വേണം ഇവന്റെ ഉണ്ടിക്കടിക്കാനെന്ന് ഇസ്രായേൽ മനസ്സിലാക്കി ഇസ്രായേൽ കളിച്ച കളിയാണ്. അതിനകത്ത് പോയി വീണിട്ട് ഇസ്രായേലിന് വേണ്ടി കരയുന്ന നിങ്ങൾ, ആഹാ നിങ്ങൾ ഇങ്ങനെ തന്നെ കരയണം. ഇത് ഇസ്രായേലിന് ലാഭമാണ്. നിങ്ങൾ പിന്നെ വാർത്താ ചാനലുകൾ. അതുകൊണ്ട് എല്ലാ മീഡിയാസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ടെഹ്റാനിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയാതെ ഇസ്രായേലിലുള്ള കാര്യങ്ങൾ തന്നെ ഇങ്ങനെ തുടർമാനം പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെഹ്റാനിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ലോകത്തിൽ നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം, അന്താരാഷ്ട്ര വാർത്താ ചാനലുകളെല്ലാം വരും. അല്ല, UN വരും, അവർ വരും, ഇവർ വരും. എല്ലാവരും വന്നിട്ട് പറയും, അയ്യോ മനുഷ്യാവകാശത്തെ ലംഘിക്കുന്നു, പ്ലീസ് പ്ലീസ് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് കരയും. ഇപ്പൊ കരയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇസ്രായേല് ഒന്നാമത്തെ കാര്യം, ഇവിടെയുള്ള ജനങ്ങളോടെല്ലാം തന്നെ ഇസ്രായേൽ ഓൾറെഡി എന്ത് ചെയ്യും, മിസൈൽ വീഴുന്നതിന് മുമ്പേ തന്നെ ഒരു സൈറൻ കൊടുക്കും ഫോണില്. 3 മിനിറ്റുകൾക്ക് മുൻപേ തന്നെ ആ സൈറൻ കേൾക്കും നമ്മുടെ ഫോണുകളിലൊക്കെ. ഇസ്രായേൽ പ്രത്യേകിച്ച് ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പോയി എല്ലാവരും എന്ത് ചെയ്യുക, ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പോയി എല്ലാവരും അണ്ടർഗ്രൗണ്ടിൽ എന്ത് ചെയ്യണം, പോയി അണ്ടർഗ്രൗണ്ടിൽ പോയി ഒളിക്കുക എന്ന് ഇസ്രായേൽ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രാവശ്യം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട്, അതായത് എസ്തറിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. ഓക്കെ, ഷെരീഫ് ഖാൻ സ്വന്തം പ്രവേലി വാ മോനെ ഷെരീഫേ. മനസ്സിലായോ? എസ്തറിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നീ വായിക്കണം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് സിവാൻ മാസം 23-ാം തീയതി സകല ഇസ്രായേലിനും എതിരെ വന്ന ജാതികളെ മുഴുവനെയും കണ്ടം വഴി ഓടിച്ചിട്ട് ഇസ്രായേലിന് വിജയം കൈവരിച്ച ദിവസമായി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഓൾറെഡി തന്നെ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യാഴാഴ്ച രാത്രിയിൽ ചിലത് സംഭവിക്കും എന്ന്. ബെഞ്ചമിൻ നെതന്യാഹു മുൻകൂട്ടി തന്നെ ഈ കാര്യത്തെക്കുറിച്ചും ഈ ദിവസത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇസ്രായേലിന് നേരെ തിരിഞ്ഞിരിക്കുന്ന സകല ജാതികളുടെയും അന്ത്യവും അവസാനവും കണ്ടല്ലാതെ ഇസ്രായേലിൽ സന്തോഷം മുഴങ്ങത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇസ്രായേലില് കബീർ ചിത്താറി
മുകളിൽ നോക്കുന്നുണ്ട്. മുകളിൽ നോക്കിയതല്ല, നിന്റെ ഉമ്മയുടെ കോതത്തിനകത്തോട്ട് നോക്കിയതാ. മിസൈൽ കേറിയോ എന്ന് പറഞ്ഞിട്ട് പ്രസവം എടുക്കത്തില്ലേ. കബീർ ചിതറി. കബീർ ചിതറിയോ? അപ്പൊ നിന്റെ കൊതമാണോ ചിതറിയത്? ഞാൻ വിചാരിച്ചതിന്റെ ഉമ്മയുടെ കൊതവാ ചിതറി. കബീർ ചിതറിയെന്ന്. സോറി കബീർ, തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു ഉമ്മയുടെ കൊതവ ചിതറിപ്പോയെന്ന്. പക്ഷെ നീ കബീറിന്റെ കൊതവ ചിതറി എന്നുള്ളത് നിന്റെ പേരിൽ നിന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല മോനെ, ആ ചിതറി വീണ കൊതവൊക്കെ എടുത്തു വെച്ച് സെറ്റാക്കിക്കോ. അത് ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ട് കൊടുത്താൽ മതി. ചിതറിയതൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതിനടാ ഇങ്ങനെ അത്രയ്ക്ക് മാത്രം ചിതറാൻ വേണ്ടി കറക്റ്റ് നിന്റെ കുണ്ടിക്കകത്ത് തന്നെ വന്നോ മിസൈല്? ഇങ്ങനെ ചിതറാനായിട്ട് കബീർ ചിതറി. എടാ പോയിനടാ വിവരം കേട്ടവന്മാരെ. ഇങ്ങനെ മനുഷ്യനെ ചിരിപ്പിച്ചു കൊള്ളാതെ ലൈവിൽ വന്ന് ഇവന്മാര് ചിരിപ്പിച്ചു. ഞാൻ തന്നെ എന്റെ ലൈവ് കണ്ടിരുന്ന് പിന്നത്തെ ദിവസങ്ങൾ കോമഡി സിനിമ കാണാറില്ല. എടാ ചിതറി. ഞാൻ സത്യം നിങ്ങളോട് തുറന്നു പറയാൻ പ്രിയ സഹകരണങ്ങൾ, ഞാൻ പലപ്പോഴും ഈ ലൈവ് ഞാൻ ചെയ്തിട്ട് പോയിട്ട് പിന്നെ കുത്തിയിരുന്ന് ഡ്യൂട്ടി സമയത്തൊക്കെ ഇരുന്ന് ഈ ലൈവ് ഇരുന്ന് ഞാൻ കണ്ടിരുന്നു. ഞാൻ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പാറുണ്ട്. കാരണം ഇവന്മാരുടെ ഓരോ കോമഡി പീസുകളും വന്നിരുന്നിട്ട് ഇടുന്ന കമന്റൊക്കെ കൊടുക്കുന്ന മറുപടി ആ സ്പോട്ടിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതെനിക്ക് എന്ത് ചെയ്യും, ഇരുന്ന് ചിരിക്കാനുള്ള ഒരു വകയായിട്ട് ഇവന്മാർ ഒരുക്കി തരുന്നതിന് വളരെ സന്തോഷമുണ്ട് സഹോദരങ്ങളെ. അങ്ങനെയെങ്കിലും ജീവിതത്തിൽ ചിരിയുടെ ആ ഒരു എന്താ പറയുക മാലപ്പടക്കം പൊട്ടിക്കാൻ നിങ്ങളെ കൊണ്ട് കോമഡി പീസുകളായി അല്ലെങ്കിൽ നിങ്ങൾ കാട്ടുകഴുതകളാണെന്ന് ചുമ്മാതെയല്ല ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാട്ടുകഴുതകളായതുകൊണ്ടാണ് ഇറാന്റെ കൊതം കയറി കിടക്കുന്നതിനെ കരയാതെ ഇസ്രായേലിൽ വീട് പൊട്ടുന്നതിനെ ഓർത്ത് നിങ്ങൾ കരയുന്നത്. ഇസ്രായേലിൽ വീട് പൊട്ടാൻ ഇസ്രായേൽ അനുവദിച്ചു കൊടുക്കുന്നത്. എന്നാലേ ഈ യുദ്ധം മുന്നോട്ട് പോകത്തുള്ളൂ. വിവരം കെട്ടവന്മാരെ, ഇസ്രായേലിൽ എവിടെയെങ്കിലും നാശനഷ്ടം സംഭവിച്ചില്ലെങ്കിലുണ്ടല്ലോ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനോട് പറയും, ഇസ്രായേലേ നിങ്ങൾ കാണിക്കുന്ന അതിക്രമമാണ്, ഇറാനോട് കാണിക്കുന്നത് ക്രൂരതയാണ്, നിങ്ങൾ യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞ് കരച്ചില്. പിന്നെ ഐക്യരാഷ്ട്ര സംഘടന അപലപിക്കുന്നു, അവരപലപിക്കുന്നു, ഇവരപലപിക്കുന്നു. പിന്നെ മൂട്ടിലെ താഴെ വരുന്ന സകല സുഡാപ്പികളും അപലപിക്കുന്നു. ചാനലുകൾ മുഴുവനും നോക്കിയിരുന്ന് കരഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ തോന്നിയവാസം, അതിൽ കടന്ന തോന്നിയവാസം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കരയുന്നുള്ളത് ഏകദേശം ഇസ്രായേലിന് അറിയാം. അതുകൊണ്ട് കരയാൻ ഇസ്രായേൽ നിങ്ങൾക്ക് തന്ന ഒരു അവസരം. നിങ്ങൾ ഇപ്പൊ ഇസ്രായേലിൽ നോക്കി കരഞ്ഞു നിങ്ങളെല്ലാവരും. കബീർ ചിതറി. ഓടിക്കോ മോളേന്ന് ഉമ്മയോടാണോ പറഞ്ഞേ? അവന്റെ കൊതമേ ചെറിയ കിടക്കേ. ഇനി ഉമ്മയുടെ കൊതം കൂടി പൊളിയായിരിക്കാൻ വേണ്ടി ഉമ്മയോട് പറയാ ഓടിക്കോ മോളേന്ന്. ശരിയാ മോനെ, ഉമ്മയെ എത്രയും പെട്ടെന്ന് തന്നെ ഓടാൻ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഉമ്മയുടെ കൊതറും കൂടി ചിതറും. കബീർ ചിതറി. അല്ല, കുടുംബത്തിന് മൊത്തം ചിതറി കിടക്കുവാണോ? എന്റെ സ്റ്റോപ്പ് ഈ സ്റ്റോപ്പിൽ ഇറങ്ങണോ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങണോ? അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാം. ഒരു മിനിറ്റ്. בבקשה, מתי הולכת לפסגת זאב? The last one. פסגת זאב. The last one. זהו, לא נראה לי שיש עוד. מתי? לא יהיה עוד, זהו. או לא הולכת שמה? זהו, זאת הנגלה האחרונה עכשיו. עכשיו נגמר? כן, זהו. אין עכשיו. בסדר. כי המצב החירום. כן? לאן את רוצה ללכת? לאן את רוצה ללכת? אני רוצה ללכת לבר אילן. לאן? בר אילן. בר אילן? כן. ואת חוזרת מבר אילן כאילו לפסגת זאב? כן, אחר כך, כן. לא נראה לי שיש. אין עוד? לא, לא יהיה עוד. אתמול אני ראיתי 11:30. ראית אתמול? אתמול אני ראיתי 11:30. אני אבדוק לך שנייה אחת. איפה את רוצה ללדת עכשיו? עכשיו זה. כאן את פה, רוצה כן, ללדת? כן. אני לא בטוח, אבל יש מצב, את יכולה לבדוק. כאילו באפליקציה, תבדקי באפליקציה. לא, אני... אפליקציה.
בסדר, תודה. גשר עמיגה, שדרות הרצל. תודה רבה. ביי ביי. ഓക്കെ. ശരി, തോതാ. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഇസ്രായേലിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സകല മാധ്യമങ്ങൾക്കും സുടുകുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെ ഓർത്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കണ്ണ് ഇസ്രായേലിൽ നിന്നും മാറാതെ ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ നിങ്ങളുടെ കണ്ണ് വെട്ടിക്കരുത്. എല്ലാ മാധ്യമങ്ങളോടും ഞാൻ പറയുകയാണ്, പ്ലീസ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇറാനെ നിങ്ങൾ കാണിക്കുകയേ വേണ്ട. നിങ്ങൾ ഇസ്രായേലിനെ നോക്കി കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. ആ സമയം കൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്യും? ഇറാന്റെ കുണ്ടിക്കടിച്ച് അവിടെ ചാരമാക്കി തീർന്നതിന് ശേഷം അവസാനം നിങ്ങൾ അങ്ങോട്ട് നോക്കി കരഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ സ്റ്റോപ്പ് വാർ എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് കരഞ്ഞാൽ മതി. അതുവരയ്ക്കും മനസ്സിലായോ? കാരണം ഇസ്രായേൽ വളരെ തന്ത്രപരമായിട്ട് 10 മാസം കൊണ്ട് അവർ പ്ലാൻ ചെയ്ത തന്ത്രത്തിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ്. അവർക്കറിയാം എങ്ങനെ നടന്നത്. യുദ്ധതന്ത്രം അറിയുന്ന ഇസ്രായേലിനെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും യുദ്ധം പഠിപ്പിക്കേണ്ട. നാട്ടിലെ മാധ്യമങ്ങളൊക്കെ പറയുന്ന ഡയലോഗ് എന്നറിയാം, ഇസ്രായേലിന്റെ അയൺ ഡോമിന് എന്ത് സംഭവിച്ചു? ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ പ്രതിരോധത്തെ ഞങ്ങൾ തകർത്തുകൊണ്ട് ഇതാ മുന്നേറുന്നു. ആര് മുന്നേറുന്നു? പിന്നെ ഇറാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ വേണം. അങ്ങനെ തന്നെ നിങ്ങൾ പറയണം. അങ്ങനെ തന്നെ പറയണം. ഇല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന വന്നിട്ട് എന്ത് പറയുമെന്ന് അറിയാമോ? ഇസ്രായേലെ യുദ്ധം നിർത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ കരയും. ഇറാനെ കാണിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്ത് പറയും? കരയും. ഇസ്രായേലെ യുദ്ധം നിർത്ത്, ഇസ്രായേലെ യുദ്ധം നിർത്ത്. ഇതാവുമ്പോ ഇസ്രായേലിന് ആവേശം കൊടുത്ത് തള്ളിമറിക്കുകയല്ലേ നിങ്ങൾ? ലോകം മുഴുവൻ ഇപ്പൊ ഇസ്രായേൽ തകർന്നുകൊണ്ടിരിക്കുന്ന കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പോരാത്തിന് ആർട്ടിഫിഷ്യലിന്റെ സഹായത്തോടു കൂടി ഇസ്രായേൽ മുച്ചൂട് മുടിച്ചെന്ന് പറഞ്ഞുകൂടി കാണിക്കുമ്പോഴത്തേക്ക് സമാധാനമായി ഇസ്രായേല്. അവരുടെ കുണ്ടിക്കടിക്കാൻ പറ്റുന്ന വാർത്തകൾ നിങ്ങളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇരുന്ന് മോഹത്തിലല്ലോ ഇസ്രായേൽ അങ്ങോട്ട് അടിച്ചു എന്ന് പറഞ്ഞിട്ട്. എടാ വിവരം കേട്ടോ പോലെ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ എത്രയോ വിനയാകുന്നത്. നിങ്ങൾ അല്ലേലും പണ്ട് അങ്ങനെയാണ്. എന്തുവാ, കുണ്ടി കൊണ്ട് മൂട്ടി കൊണ്ടുപോയി ചൊറിയാൻ പോകും ഇസ്രായേല്. നിങ്ങൾ ഇസ്രായേലിന്റെ മൂട്ടി കൊണ്ട് ചൊറിയാൻ പോകുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യും? ചരിഞ്ഞ് ഇന്നൊരു വളി വിടും. ആ വിടുന്ന വളിയുടെ ആഘാതത്തോടു കൂടി എന്ത് ചെയ്യും? ഗാസയുടെ നഗരം തീരും. സകല സുഡാപ്പികളുടെയും കൊതം പൊളിയും. പൊളിഞ്ഞതിന് ശേഷം കുണ്ടിക്ക് താഴെ കൊണ്ടുപോയി ആണല്ലോ ചൊറിയാൻ പോയെന്ന് നിങ്ങൾക്ക് ബോധം വരുന്നത് അപ്പോഴാ. കുണ്ടിക്ക് താഴെ പോയിട്ട് കുണ്ടിക്ക് താഴെ പോയിട്ട് ചൊറിയാൻ പോകുന്നത് അപ്പോഴാണെന്നാ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അയ്യോ, അവൻ ഇസ്രായേൽ വിട്ട വളിക്കാത്താണല്ലോ ഞങ്ങൾ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞിട്ട്. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇസ്രായേലിന്റെ ബുദ്ധി ഇതുവരെയ്ക്കും മനസ്സിലാകാത്ത ഈ പൊട്ടന്മാരോട് എന്താ പറയുക? ആർട്ടിഫിഷ്യലിന്റെ സഹായത്തോടു കൂടി കാണിച്ചു കൊടുക്കുന്നത് മുഴുവനും തകർന്നു കിടക്കുന്ന ഇസ്രായേലിന്റെ എയർപോർട്ട്. അതെ, ഇസ്രായേലിന്റെ എയർപോർട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുക. ഇനിയും കരയണോ? കരമക്കളെ, കര. ലോകരാജ്യങ്ങൾ മുഴുവനും നിങ്ങൾ കരയണം. എന്നാലേ ഇസ്രായേലിന് ആവേശം കൂടി 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 നിങ്ങൾ കൊടുക്കത്തുള്ളൂ. കാരണം ലോകരാജ്യങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇസ്രായേലിനോട് ഇനി ഇറാനെ അടിക്കരുതെന്ന്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടുകൂടി ഇസ്രായേൽ തീർന്നു കിടക്കൂലേ. അപ്പൊ ഞങ്ങളുടെ രാജ്യത്തെ തീർത്തോനെ വെറുതെ വിടാൻ പറ്റുമോ? ഇസ്രായേലിന് വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഇസ്രായേലിനെ സഹായിച്ചു കൊടുക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ. വളരെ വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. നിങ്ങളുടെ കരച്ചിലുകൾ ഇറാനെ നോക്കി കരയാത്തതിൽ വളരെ സന്തോഷമുണ്ട്. മനസ്സിലായോ? നിങ്ങൾ കരയരുത്. എല്ലാ മാധ്യമങ്ങളും ഇതുപോലെ തന്നെ വാർത്തകൾ തുടരുക. ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ പ്രതിരോധ സംവിധാനം തകർന്നു, താളടിയായി, നഷ്ടപ്പെട്ടു, അങ്ങനെ തന്നെ നിങ്ങൾ പറയണം. കാരണം ഇവിടെ അയൺ ഡോം എന്താ ചെയ്യുന്നതെന്നുള്ളത് നിനക്കൊന്നും അറിയത്തില്ലല്ലോ. എടാ വിവരം കെട്ടവന്മാരെ, ഇന്നലെ തന്നെ ഇസ്രായേലിന് നല്ല വൃത്തിയാണ് വിവരം ലഭിച്ചിരുന്നു. ബെർഷവയെ നോക്കിയിട്ടാണ് എന്ത് വരുന്നത്? മിസൈലുകൾ വരാൻ പോകുന്നതെന്നുള്ള വിവരം ഇസ്രായേലിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നത് കൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഇസ്രായേൽ എന്ത് ചെയ്തു? ആ പേഷ്യന്റിനെ പാർപ്പിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിൽ നിന്നും അവരെയൊക്കെ ഒഴിപ്പിച്ച കാര്യം വല്ല നീയൊക്കെ അറിഞ്ഞോ? അറിഞ്ഞില്ല അല്ലേ? അതാണ് ഈ മാധ്യമങ്ങൾക്ക് ഇസ്രായേലിന്റെ തന്ത്രത്തിൽ ബഷീർ എംകെ, നിന്റെ പഴയ ഭർത്താവിന് നാട്ടിലില്ലേ? അയ്യോ, എന്റെ പഴയ ഭർത്താവ് നിന്റെ അമ്മയുടെ ഗോതം താങ്ങിക്കൊണ്ടിരിക്കൂ. അതറിഞ്ഞില്ലായിരുന്നോ? ബഷീർ എംകെ, എടാ എന്റെ പഴയ ഭർത്താവ് നിന്റെ അമ്മയുടെ ഗോതം
വെളുപ്പിച്ചോണ്ടിരിക്കുക. ആ കാര്യം നിനക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ബഷീറെ നീ എന്ത് ചെയ്ത് നിന്റെ ഉമ്മാന്റെ മുറിയിലോട്ട് കയറി നോക്ക്. എന്റെ പഴയ ഭർത്താവ് നിന്റെ ഉമ്മയുടെ കൊതം അടിച്ചോണ്ടിരിക്കുക. അടിച്ചല്ലേ? ഏ ഏ അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവന്മാര് കരയട്ടെ, കേരളത്തിലെ വാർത്താ ചാനലുകളും എല്ലാം എന്ത് ചെയ്യട്ടെ, ഇരുന്ന് മോങ്ങട്ടെ. നിങ്ങളെല്ലാം അങ്ങനെ തന്നെ കരയണം. ഇസ്രായേൽ ഇനിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി തകർന്ന കെട്ടിടങ്ങളും ഇടിഞ്ഞു തകർന്ന കെട്ടിടങ്ങളും ഈ മോങ്ങുന്ന ഇസ്രായേലിനെ ഒക്കെ നിങ്ങൾ കാണിക്കണം. കാരണം കുറെ കാലം നിങ്ങൾ ഗാസയെ കാണിച്ചതല്ലേ, കുറെ കാലം നിങ്ങൾ ഗാസയെ കാണിച്ചതല്ലേ പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ ഇനിയിപ്പോൾ ഇസ്രായേലിനെ നോക്കി കാണ്, ഇനി ഇസ്രായേലിനെ കാണിച്ചു കൊടുക്ക്. എന്തായാലും ആർട്ടിഫിഷ്യലിന്റെ സഹായത്തോടു കൂടി പണ്ട് ഗാസയിലുള്ളവർക്ക് മേക്കപ്പ് ഇട്ടും ഗാസയിലുള്ളവർ കരയുന്നതായിട്ടും ഗാസയിലുള്ളവർക്ക് വിശക്കുന്ന അമ്മ തായെ പസിക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ടാണ് ലോകരാജ്യങ്ങളിൽ മുഴുവനും പ്രീതി പിടിച്ച് വാങ്ങിച്ചു കൊടുത്തത്. തകർന്നു കിടക്കുന്ന ഗാസ, നശിച്ചു കിടക്കുന്ന ഗാസ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ന്യൂസും അത് തന്നെയായിരുന്നു, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെണ്ടിക്കൊണ്ടിരിക്കുന്ന ഗാസ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോ നിങ്ങൾ ആർട്ടിഫിഷ്യലിന്റെ സഹായത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുക, ഇസ്രായേൽ തകർന്നു കിടക്കുന്ന ഇസ്രായേലിനെ കബീർ ചിതറി ഉള്ളിൽ കരയാണോ മോന്? കബീർ ചിതറി. പിന്നെ കൊതം ചിതറി കിടക്കുമ്പോ കരയാതെ ചിരിക്കാൻ പറ്റുമോടാ കബീർ ചിതറി? എടാ കബീർ ചിതറിയേ, എടാ കൊതം ചിതറി കിടക്കുമ്പോ പിന്നെ കരയാതെ ചിരിക്കാൻ പറ്റുമോ? എടാ വിവരം കെട്ടവനെ, നിന്റെ കൊതമതിനെ ബുദ്ധിയില്ല. അപ്പൊ നിനക്കുമൊക്കെ എന്തിനാടാ ഈ ബുദ്ധി ഇല്ലാതെ പോയത് മരക്കഴുതകളെ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. തള്ളാകുവിന്റെ മോനെ, കൊതമതിന് എവിയെ, കാലന്ത് നിലത്തെ ഉറയ്ക്കാത്തെ. അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. ഞാനൊന്നും ഏറിയില്ല. തൂറാൻ എഴുതിയപ്പോൾ എന്നെ നാട്ടുകാരെല്ലാരും ഏറിൽ കയറ്റിയതാ. ആയിഷയെ കണ്ടപ്പോൾ എന്റെ ആശകൾ മൂത്തില്ലേ, എന്റെ കാമം തീർത്തില്ലേ. വളർത്തുമകൻ സൈദിന്റെ ഭാര്യയെ സൈനബയെ കണ്ടപ്പോൾ ആശകൾ മൂത്തു, കാമം തീർത്തു. അപ്പോൾ കേട്ടു കള്ളാവിന്റെ കള്ളാഹുവിന്റെ കക്കൂസിന്ന് ഒടുക്കത്തെ പാട്ട്. ആറാണ്ടപ്പന് തള്ളാഹു കുക്കുംബർ ഇങ്ങനെ ഒരു ചരിത്രം മുഴുവനെയും ഒരു പാട്ടിലൊതുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അതിനും ഒരു അവസരം ഒരുക്കി തന്ന ഈ തള്ളാഹുവിന്റെ മോനെ കൊതമത് നബിയെ എന്ന പാട്ടിന് വളരെ നന്ദിയുണ്ട്. ആ പാട്ടിന്റെ വയലാർ എഴുതുമോ ഇതുപോലെ വരികൾ? എടാ വിവരം കെട്ടവന്മാരെ, കൊതമതിനെ ബുദ്ധിയില്ല. എടാ നിങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിലും ഈ 24-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിനകത്ത് ജീവിക്കുകയല്ലേ വിവരം കെട്ടവന്മാരെ. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലിന്റെ സഹായമുണ്ട്, സ്കൂളുകളിൽ വിദ്യാഭ്യാസമുണ്ട്. അപ്പോഴും മദ്രസ പഠനം നമ്മൾ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ പ്രയോഗവുമായിട്ട് ഇങ്ങനെ നടക്കുന്നവന്മാരാണല്ലോ. അപ്പോഴും ബുദ്ധി വരത്തില്ല. കാണാപ്പാടം പഠിച്ചു വെക്കൂന്നല്ലാണ്ട് ബുദ്ധി ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് സത്യമാണ് നിനക്കൊക്കെ. എന്തിനാടാ വിവരം കെട്ടവന്മാരെ? ഇന്നത്തെ കാലത്തെ തലച്ചോറ് വെച്ചെങ്കിലും ജീവിക്കടാ. പണ്ട് കാട്ടറബിയായിരുന്നപ്പം ആ കൊതമതിന് തലച്ചോറില്ലായിരുന്നു, പോട്ടെ. അവനെ തലച്ചോറില്ലാണ്ട് എന്തൊക്കെയോ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു. അവന്റെ കൂട്ടരായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ എന്തിനാ ഈ അടി കൊണ്ട് ചാകുന്നേ? വല്ലയിടത്തും പോയിട്ട് നിങ്ങൾ എന്തിനാ ഈ അടി കൊണ്ട് ചാകുന്നേന്ന് എനിക്ക് മനസ്സിലാകാത്തെ. ആ പാട്ടിന്റെ വരികൾ സൂപ്പർ, ഒന്നുകൂടി തരണേന്നോ? പാടണോന്നാണോ? ആ പാടാവല്ലോ, ഞാൻ പതുക്കെ പാടട്ടെ. തള്ളാഹുവിന്റെ മോനെ, കൊതമത് നബിയെ, കാലത്ത് നിലത്തെ ഉറയ്ക്കാത്ത. അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. ഞാനൊന്നും ഏറിയില്ല. തൂറാൻ എഴുതിയപ്പോൾ എന്നെ നാട്ടാരെല്ലാരും ഏറിൽ കയറ്റിയതാ. ആയിഷയെ കണ്ടപ്പോൾ അനസ് ലത്തീഫ്. അനത്ത് ലത്തീഫിന്റെ ഉമ്മയുടെ പേര് തൂറി എറിഞ്ഞ കൂത്തിച്ചി എന്നാണ്. എടാ തൂറി എറിഞ്ഞ കൂത്തിച്ചി തന്നെയാണ് നിന്റെ ഉമ്മ. അതെന്താണെന്നറിയാമോ അനസ് ലത്തീഫെ? നിന്റെ ഉമ്മയ്ക്ക് കൂത്തിച്ചി, തൂറി എറിഞ്ഞ കൂത്തിച്ചി എന്ന് വന്നത് പണ്ട് കൊതമത് തൂറാൻ വേണ്ടി എന്ത് ചെയ്തു, കടപ്പുറത്ത് പോയി. അപ്പം കൊതമത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ
മാനത്തെ കൂറികളെല്ലാം കൈകൊട്ടി പാടി കോയാ മുക്കിത്തൂറ് 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 കോയാ മുക്കിത്തൂറ് 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 എന്ന് പറഞ്ഞ് കോയയെ മുക്കിത്തൂറാൻ പറഞ്ഞു മുഹമ്മദ് കോയയെ. അങ്ങനെ കൊതമത് കോയ മുക്കി തൂറിയിട്ടതാണ് തൂറാൻ. ആ തൂറാൻ വഴിക്കുണ്ടായ നീയൊക്കെ പിന്നെ തൂറികളല്ലാണ്ട് പിന്നെ എങ്ങനെയാടാ വരുന്നത്? കൂത്തിച്ചി ഉമ്മ. അനസ് ലത്തീഫെ, നിന്റെ ഉമ്മ വെറും പറവടി കൂത്തിച്ചിയാണെന്നുള്ളത് കഴിഞ്ഞ കമന്റ് ബോക്സിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്നിട്ടും നിന്റെ അമ്മ കൂത്തിച്ചീനെ ഏറിൽ കയറ്റണമെന്ന്, ഇത്രയും ലക്ഷങ്ങൾ കാണുന്ന ലൈവിൽ വന്ന് കയറ്റണമെന്ന് ആഗ്രഹിച്ച നീ കൊതമതിനേക്കാളും വന്നബുദ്ധി ആയതുകൊണ്ടാ നിന്റെ കൂത്തിച്ചി ഉമ്മ, പറവടി ഉമ്മയെ എല്ലാവരുടെ മുമ്പിലും കൊണ്ടുവന്ന് നിന്റെ കൂത്തിച്ചി ഉമ്മയുടെ ഗോതം പരസ്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച അനസ് ലത്തീഫിന് ഇന്നത്തെ കുതിരപ്പവൻ അങ്ങ് ഇരിക്കട്ടെ. എടാ, മറ്റേ കമന്റ് ബോക്സിനകത്ത് വന്നിട്ട് കൂത്തിച്ചി ഉമ്മയ്ക്ക് കമന്റ് ബോക്സിനകത്ത് തന്നതിന് ഞാൻ കമന്റ് ബോക്സിൽ മറുപടി തന്നിട്ടുണ്ടായിരുന്നു നിന്റെ കൂത്തിച്ചി ഉമ്മയ്ക്ക്. പക്ഷെ നിനക്ക് അത് പോരാ. നിന്റെ കൂത്തിച്ചി ഉമ്മയുടെ തുറന്നു വെച്ചിരിക്കുന്ന കൊതത്തിനകത്തോട്ട് ഇറാന്റെ മിസൈൽ കയറ്റി അടിച്ചാലേ നീ സമാധാനം അടങ്ങത്തുള്ളൂ. നിന്റെ കൂത്തിച്ചി ഉമ്മയെ കൊണ്ടുവന്ന് തൂറിക്കൂത്തിച്ചി ഉമ്മയെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പരസ്യപ്പെടുത്തിയാലേ നീ അടങ്ങത്തോളെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചില്ലേ? ആ മനസ്സിനെ സമ്മതിച്ചു കൊടുക്കണം. മനസ്സിലെത്തിയഫേ, നിന്റെ ആ മനസ്സിനെ സമ്മതിച്ചു കൊടുക്കണം. നിന്റെ ഉമ്മാനെ തൂറിക്കൂത്തിച്ചി അതെങ്ങനെയാ? ആയിഷയുടെ കൂത്തിച്ചി ആയിഷയ്ക്ക് ഉണ്ടായ വർഗത്തിൽപ്പെട്ടതല്ലേ? തൂറിയിട്ട ഉണ്ടായ വർഗങ്ങളല്ലേ ഇങ്ങനെ കാണിക്കത്തുള്ളൂ. എന്തിനാടാ മുറിയന്മാരെ അത് അടിവേടിക്കുന്നത്? എടാ, ഉമ്മാമാരെയും ബാപ്പമാരെയും അവരെയൊക്കെ ഏറി കയറ്റണമെന്ന് നിങ്ങൾക്ക് എന്തിനാടാ ഇങ്ങനെ നിങ്ങളുടെ വർഗത്തിന് മാത്രം ഇങ്ങനെ ഒരു ശബ്ദം എടുത്ത് നടക്കുന്നത്? നിങ്ങള് റീനയുടെ കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തുവാ ഫേമസ് ആകാമെന്നുള്ളതുണ്ടോ? ലക്ഷങ്ങൾ കാണുന്നയാടാ വീഡിയോ. കഴിഞ്ഞ ലൈവ് തന്നെ 4 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞു. നിന്റെ ഉമ്മാനെ ഇപ്പൊ ഏറി കയറ്റുന്നത് ഇനിയിപ്പൊ എത്ര ലക്ഷം പേര് കാണാൻ പോകുന്നു? കർത്താവെ, ഒറ്റയടിക്ക് പരസ്യപ്പെടുത്തി കൊടുത്തു കണ്ടില്ലോ. അവന്റെ ഉമ്മയുടെ കൊതത്തിന് വില പറയണമെന്നുണ്ടായിരുന്നു. അനസ് ലത്തീഫ് ഇവിടെ വന്ന് വില പറഞ്ഞു, അത്രയേ ഉള്ളൂ. നീ ഇനിയിപ്പോ ഈ വന്ന തുലിക്കന്മാരോടെല്ലാം നീ തന്നെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വില പറഞ്ഞ് നിന്നെ തിരക്കി വന്നോളും പേജിനകത്തോട്ട്. നിന്റെ ഉമ്മയുടെ കൊതം എങ്ങനെ എത്ര വലിപ്പം ഉണ്ടെന്നൊക്കെ ചോദിച്ചോണ്ട് അവർക്ക് നീ തന്നെ കച്ചവടം പറഞ്ഞ് വിറ്റേരെ. ഇവിടെ വന്ന് അടുത്ത കച്ചവടത്തിന് റേറ്റ് ബുക്ക് ചെയ്യരുത് അനസ് ലത്തീഫെ. എടാ, എന്തിനാടാ കെട്ടവന്മാരിങ്ങനെ അടിപേടിച്ച് ചാകുന്നേ? ഇങ്ങനെ അറിയാണ്ട് ചോദിക്കുക. എനിക്ക് എന്തായാലും സമാധാനമായി അനസ് ലത്തീഫെ. നീ കമന്റ് ബോക്സിനകത്ത് വന്ന് ഇട്ടിട്ട് പോയതിന് നീ എപ്പോഴടാ ഈ ഒരു കമന്റ് ലൈവിൽ വരും എന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനി ഒരുത്തം കൂടി ഉണ്ട്, എന്തുവാ വേറൊരുത്തനും കൂടി ഉണ്ടല്ലോ. അവനും കൂടി വന്ന് കിട്ടിയാൽ അവന്റെ കാര്യത്തിനും കൂടി ഒരു തീരുമാനം വരുത്താമായിരുന്നു. അവനും ലൈവിൽ വരത്തില്ല. ഇവന്മാർ കമന്റ് ബോക്സിനകത്തോട്ട് കയറും. മനസ്സിലായോ? നിന്നെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഇന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ ഇവനെ ഒന്ന് ലൈവിൽ കിട്ടിയിരുന്നെങ്കിൽ അനസ് ലത്തീഫിന്. അവന്റെ ഉമ്മയുടെ കൊതം നമുക്ക് ഇസ്രായേലിന്റെ മിസൈൽ വെച്ച് പൊളിക്കാൻ പറ്റത്തില്ല. എന്റെ ഉമ്മയുടെ കൊതം കാരണം താങ്ങത്തില്ല എന്റെ ഉമ്മ. ഇറാന്റെ മിസൈൽ വെച്ച് തന്നെ നമുക്ക് പൊളിക്കാമെന്ന് ഞാൻ കാത്തിരിക്കുമായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയുക, ഉമ്മമാരുടെ കൊതത്തിന് വില പറഞ്ഞിട്ടുള്ളവന്മാർ ഇവിടെ വന്നാൽ മതി. പറഞ്ഞ മനസ്സിലായോ? ഷിബി തടിക്കാട്ട്, എന്താ മോനെ ഷിബി കടിക്കാട്ട്? അല്ലെങ്കിലും അവിടെ എല്ലാരും അലാറം അടിക്കുമ്പോൾ എല്ലാവരും ബങ്കറിൽ പോയി ഇരിക്കും. പിന്നെ അലാറം അടിക്കുമ്പോൾ ബങ്കറിൽ പോയി ഇരിക്കാതെ അലാറം അടിക്കുമ്പോഴത്തേക്ക് മാനത്ത് വിസയിൽ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ പറയുന്നത്? നീ നിന്റെ അമ്മയെ കൊണ്ടുപോയി മാനത്ത് വിസയിലും നിന്റെ അമ്മയുടെ കൊതത്തിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് കൊതവും തുറന്നു വെച്ചിട്ടാണോ ഇരിക്കുന്നത്? നിന്റെ നാട്ടിലൊക്കെ ഇങ്ങനെ മിസൈൽ വന്നു കഴിഞ്ഞാൽ വരുന്ന മിസൈൽ എന്റെ അമ്മയുടെ കൊതത്തിനകത്തോട്ട് കയറട്ടെ എന്ന് പറഞ്ഞ അമ്മയുടെ കൊതം ഇങ്ങനെ തുറന്നു വെച്ച് കൊടുത്തോണ്ട് നീ ഇങ്ങനെ ഇരിക്കുവോ? കറക്റ്റ് ആയിട്ട് കയറി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇല്ല, അറിയാണ്ട് ചോദിക്കുക. എന്താ ക്രിസ്ത്യാനിക്കൊരു ഇളക്കം? ഇന്നലെ ലീലാമ തോമസ് കമന്റ് ബോക്സിനകത്ത് വന്ന് അടി മേടിച്ചിട്ടുണ്ട്. ഇത് ലൈവിലൊക്കെ വരാൻ വിധി ഉണ്ടെങ്കിൽ ചത്ത ആള് തന്നെ ലൈവിൽ വരാൻ വിധി ഉണ്ടെങ്കിൽ ഏത് തോമസ് ആണെങ്കിലും ലീലാമയാണെങ്കിലും ഏത് അമ്മായിയാണെങ്കിലും അതും കൂടി ഞാൻ പറഞ്ഞേക്കുവാ. മനസ്സിലായോ?
അതുകൊണ്ട് മാധ്യമങ്ങളുടെ കരച്ചില് കൂട്ടണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഇന്നാലേ ഇറാന് തീർത്ത് തരിപ്പണമാക്കി നിങ്ങളുടെ കൈകളിലൊക്കെ തരാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അവസാനം നിങ്ങൾ അവന്റെ ശവമടക്കനിരുന്ന് മാത്രം കരഞ്ഞാൽ മതി. കയ്യും കാലും ഒക്കെ ഒടിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും കരയരുത് നിങ്ങൾ. ദയവ് ചെയ്ത് മാധ്യമങ്ങളെ വീണ്ടും നിങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. ജാബിൻ ജെയിംസേ, എന്താ അമ്മയ്ക്ക് മുള്ളിമുരിക്കിൽ കയറി ഇറങ്ങണമെന്ന് വലിയ താല്പര്യമുണ്ടോടാ? ജാബിൻ ജെയിംസേ, നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മുള്ളിമുരിക്കിൽ കയറി ഇറങ്ങണമെന്ന് വലിയ താല്പര്യമുണ്ടോ? അത്രയ്ക്കും കടിമൂത്ത് കിടക്കുകയാണെന്നാണോ നിന്നെ ഇങ്ങോട്ട് അഴിച്ചിറക്കി വിട്ടത്? എടാ ജാബിൻ ജെയിംസേ, നിന്റെ അമ്മയ്ക്ക് അത്രയും കടിമൂത്ത് കിടക്കുന്നുണ്ടാണ് മോനെ. എനിക്കും നിന്റെ ഭാര്യയ്ക്കും കൂടി മുള്ളുമുരിക്കിലോട്ടൊന്ന് കയറി ഇറങ്ങി ഞങ്ങളുടെ കടി ഒന്ന് തീർക്കണം. അതിന് റീനയുടെ പേജിൽ പോയി കഴിഞ്ഞാൽ അവൾ അതിനുള്ള പരിഹാരം കണ്ടെത്തി തരും. അതുകൊണ്ട് നീ അവിടം വരെ ഒന്ന് പോയിട്ട് വേണം. നിന്റെ അമ്മ കടിമൂത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോ നിന്നെ? ജാബിൻ ജെയിംസേ, ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഇറങ്ങി പോടാ വിവരം കെട്ടവന്മാരെ. എടാ പോടാ. അടി മേടിച്ച് ചാകുകയും ചെയ്യും, എന്നിട്ട് വന്നിരുന്ന് കരയുകയും ചെയ്യും. അമ്മ മോനെ പറഞ്ഞു വിട്ടിരിക്കുക. അവളുടെ കടി തീർക്കാൻ വേണ്ടിട്ട് മോനെ നീ പോയി നിന്റെ റീനയുടെ പേജിൽ പോയിട്ട് അപ്പന്റെ കൊതം അടിച്ചു കൊടുക്കുന്ന മോന്. നീയാണോ നിന്റെ അപ്പന്റെ കൊതം അടിച്ചു കൊടുക്കുന്നത്? ജാബിൻ ജെയിംസ് അപ്പന്റെ കൊതത്തിൽ അടിച്ചു കൊടുക്കുന്ന മോനാണെന്ന്. എന്നിട്ട് അമ്മയെ കൊണ്ട് തുലുക്കന്മാർക്ക് കൊണ്ട് കൊടുക്കൂ കൊത അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ജാബിൻ ജെയിംസ് അമ്മയെ കൊണ്ടുപോയിട്ട് മുറിയണ്ടികൾക്ക് കൊണ്ട് കൊടുക്കും കുനിച്ചു ചേർത്തി. എന്നിട്ട് കൊതം അടിച്ചോന്ന് പറയും. എന്നിട്ട് സ്വന്തം അപ്പന് അവൻ നിന്ന് കൊതം അടിച്ചു കൊടുക്കും. അതാണ് ജാബിൻ ജെയിംസ് ജോലി. എടാ വിവരം കേട്ടവനെ, ഇപ്പൊ നിനക്കെന്തോ ബൈബിൾ വേർഡ്സ് ഇല്ലേ? നേരത്തെ അങ്ങനെ അല്ലല്ലോ കമന്റ് ഇട്ടത്. ഭക്തനെ പോലെയാണല്ലോ നീ വന്ന് കമന്റ് ഇട്ടത്. ഇപ്പം മാറിയോ? ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും രോഷമായില്ലേ? അപ്പൊ അവനവന് കിട്ടുമ്പോ അവനവന് കൊള്ളു അല്ലേ? എടാ ഊളയ്ക്കുണ്ടായവനെ അവനവന് കിട്ടുമ്പോ അവനവന് ഇളക്കപ്പരിപ്പ് ഉണ്ടാകും. അപ്പൊ തിരിച്ചു പറയാൻ നിനക്കൊക്കെ വായുണ്ട്. എന്നിട്ടാ വിശുദ്ധ വേഷം കെട്ടി ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ പിന്നെ അടി കൊണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നിങ്ങളുടെ വിശുദ്ധ വേഷം ഞാൻ അഴിച്ചു തരാം. ഞാൻ രണ്ട് പറയുമ്പം നിന്റെയൊക്കെ വിശുദ്ധ വേഷം തനിയെ അങ്ങ് അഴിഞ്ഞോളും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോടാ ജാബിൻ ജെയിംസെ കമന്റ് ഇട്ടത്. നിന്റെ കമന്റ് അങ്ങനെ അല്ലായിരുന്നല്ലോ. ഭയങ്കര വിശുദ്ധ കുഞ്ഞാടായിട്ടാണല്ലോ നീ കമന്റ് ഇട്ടത്. ഇപ്പൊ എന്ത് മോനെ കമന്റ് മാറിപ്പോയ 2 കിട്ടിയപ്പോഴോ? അപ്പൊ അവനവന് കിട്ടിയ ചൊറിയുമല്ലേ? അത് തന്നെയാ. എന്റെ പേജിൽ വന്നിട്ട് ചൊറിയാൻ വന്ന ചൊറിയവനെ മാന്തി പൊളിച്ച് അവന്റെ കുണ്ടിക്കകത്ത് മിസൈൽ കയറ്റി അടിച്ച് ഞാൻ പറഞ്ഞു വിടും. പിന്നെ കിടന്ന് മോങ്ങിയിട്ട് ഇരുന്ന് കരയരുത് എന്റെ അടുത്ത് വന്നിട്ട്. മനസ്സിലായോ? ഇതുപോലെ കരഞ്ഞെന്ത് ചെയ്യരുത്, നിലവിളിക്കരുത് പിന്നീട് കടന്നിട്ട്. അതും കൂടി ഞാൻ പറഞ്ഞേക്കുക. അതുകൊണ്ട് പോ തരത്തിലൊക്കെ പോയി കളി. മോൻ ഈ വഴിയൊന്നും പരിചയമില്ലെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് പുതുതായിട്ടാണെന്ന് തോന്നുന്നു ജാബിൻ ജെയിംസ്. ഈ വഴിയൊന്നും അതുകൊണ്ട് വാർത്താ മാധ്യമങ്ങളെല്ലാം വീണ്ടും ഒരു അഭ്യർത്ഥന കേരളത്തിലെ സുടുക്കുഞ്ഞുങ്ങളോടെല്ലാം വീണ്ടും പറയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഇനിയും നിങ്ങൾക്ക് ഇസ്രായേലിനെ നിങ്ങൾക്ക് ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നതായിട്ടും എയർപോർട്ടുകൾ തകർന്നതായിട്ടും ഇസ്രായേലിന്റെ സമുച്ചയങ്ങൾ തകർന്ന് ലോകരാജ്യത്തെ മുഴുവൻ നിങ്ങൾ കാണിക്കണം. എല്ലാവരും നിങ്ങൾ ഇത് കാണണം. എന്നിട്ട് ഇസ്രായേലിനെ നോക്കിയിരുന്ന് നിങ്ങൾ കരയണം സഹോദരങ്ങളെ. ഒരു അഭ്യർത്ഥനയാണ്. ദയവ് ചെയ്ത് മനസ്സിലായോ? ദയവ് ചെയ്ത് ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അവസാനം നമുക്ക് ഇറാന്റെ ചാരം വരുന്ന സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഇവിടെ ഒരു ഇറാൻ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, ഒരു ഇറാൻ ഉണ്ടായിരുന്നു. എവിടെ പോയത്? മാപ്പിൽ കാണുന്നില്ല. അയ്യോ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ അപ്പം തിരിയും. നിങ്ങൾ അവസാനം ഇറാന്റെ ചാരം വരുന്ന സമയത്തായിട്ട് അങ്ങോട്ട് തിരിയണം. അയ്യോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേലിനെ നോക്കി നിന്ന വാക്കിന് ഇവിടെ ഒരു ഇറാൻ ഈ മാപ്പിൽ എവിടെയോ കിടന്ന കാര്യം. ടെഹ്റാനോ? അതെന്തി? കുറെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ആണവായുധ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ പോയി. അപ്പം നിങ്ങൾ ഈ മൈൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടില്ലേ, ഇസ്രായേൽ നിങ്ങളുടെ മൈൻഡ് മുഴുവനും കൺട്രോൾ ചെയ്ത് ഇപ്പൊ ഇസ്രായേലിലോട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കണം. ഇസ്രായേലിന്റെ കൊതത്തിലോട്ട് നോക്കുകയേ ചെയ്യരുത്, ഇറാന്റെ കൊതത്തിലോട്ട് നോക്കുകയേ ചെയ്യരുത്. ഇപ്പൊ ഒന്നും അവസാനം എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇറാൻ പറയും എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു വിശുദ്ധ കുരിശും കൂടി വരച്ച് എന്ത് ചെയ്യും, ഇസ്രായേൽ തരും. ടെഹ്റാനെ തരുന്ന സമയത്ത് അപ്പം നിങ്ങൾ എടുത്തു വെച്ചിട്ട് അയ്യോ
അയ്യോ ഇപ്പൊ ഇത്ര നാളും നമ്മൾ എവിടെയായിരുന്നു, നമ്മുടെ കണ്ണുകളെല്ലാം അയ്യോ എന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങൾ തിരിച്ചു കറഞ്ഞു തിരിഞ്ഞ് വരും. അതുവരയ്ക്കും എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഇസ്രായേലിനെ കണ്ണു നട്ടിരിക്കുന്ന സകല തുലുക്കന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. മാധ്യമങ്ങൾക്ക് ഒരിക്കൽ കൂടി എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോഴൊന്നും നിങ്ങൾ ഇറാനെ നോക്കി കരയരുത് പ്രിയ സഹോദരങ്ങളെ. ഇറാനെ നോക്കി കരഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കും. കാരണം ലോകമാധ്യമ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പറയും പ്ലീസ് ഷേവ് ഇറാൻ, ഷേവ് ഇറാൻ, ഷേവ് ഇറാൻ, ഷേവ് ഇറാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഷേവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് അടിക്കാനുള്ള ആ ഒരു മൂഡ് പോയി സൈനവ എന്ന് പറഞ്ഞ കണക്ക്. അതുകൊണ്ട് ദയവ് ചെയ്ത് മുഹമ്മദ് ഷെഫീഖ് നഹലു ചിറ കലത്തില്, അതെന്താടാ നീ കലത്തിൽ കയറിയിരിക്കുന്നത്? നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് മിസൈൽ വീണത് കൊണ്ടാണോ? മുഹമ്മദ് ഷെഫീഖ് നഹലുള്ള കലത്തിലാ കയറിയിരിക്കുന്നതെന്ന്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് മിസൈൽ കയറിയതുകൊണ്ട് ഇനി അവന്റെ കൊതത്തിൽ മിസൈൽ കയറിയാലോ എന്ന് പേടിച്ചിട്ട് കലത്തിൽ കയറി ഒളിച്ചിരിക്കുക മുഹമ്മദ് നഹലുൽ, എന്തുവാടാ പേര്, മുഹമ്മദ് ഷെഫീഖ് നഹലുൽ ചിറ കലത്തിലെന്ന്. കലത്തിലിരുന്നാലും കുഴപ്പമില്ല, കലവും കൂടി ചേർത്ത് വെച്ച് അടിക്കും. കുണ്ടിക്കുൾ ഗുണ്ടടിക്കുന്ന കണക്ക് ശ്രീനിവാസൻ അടി വിട്ടുന്ന കണക്ക് നീ കലത്തിൽ കയറി ഇരുന്നാലും കലവും കൂടി ചേർന്ന് നിന്റെ കൊതത്തിനകത്തോട്ട് കയറും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഉമ്മയുടെ കൊതം, ഇപ്പൊ പൊളിഞ്ഞു കിടക്കുന്ന ഉമ്മയുടെ കൊതം പോയിട്ട് എന്ത് ചെയ്യുക? ആദ്യം പോയി ഇറാന്റെ മിസൈൽ വീണ് ഉമ്മയുടെ കൊതം പൊളിഞ്ഞു കിടക്കുന്നുണ്ട്, അത് റിപ്പയർ ആക്ക് മുഹമ്മദ് ഷഫീഖ് നഹൽ ചുറ കലത്തില്. പിന്നെ ആയിഷയുടെ കൊതം ഓൾറെഡി സഫാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പൊളിച്ചു വെച്ചിട്ടുണ്ട്. കൊതമത് പൊളിക്കാൻ നോക്കി, പക്ഷെ അവന്റെ മുറിയടി പൊങ്ങാത്തത് കൊണ്ട് സഫാനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നീ പൊളിച്ചേരടാന്ന് പറഞ്ഞിട്ട് ആയിഷയുടെ കൊതമെടുത്ത് സഫാന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ സഫാൻ പൊളിച്ചിട്ടുണ്ട് ആയിഷയുടെ കൊതം. ഇനിയിപ്പോ നിനക്ക് നിന്റെ ഉമ്മേന്റെ കൊതം പൊളിപ്പിക്കാൻ ഉസ്താദുമാരടുത്ത് കൊണ്ടു കൊടുത്താലും മതി, അവരും കൂടി പൊളിച്ചു തന്നോളും കേട്ടോ. കൂട്ട കുടുംബത്തിന്റെ സെയിം പരിപാടിയാണല്ലോ. കൊതമതിന്റെ പേര് ഇട്ട് തന്നെയല്ലേ നീ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ഉമ്മയുടെ കൊതം കൊണ്ടുപോയി പൊളിക്കാൻ ഉസ്താദുമാർക്ക് കൊടുക്കാൻ നിനക്ക് എളുപ്പമായിരിക്കും. നമ്മുടെ കൊതമത് നബി അതാണല്ലോ ചെയ്തത്. ആയിഷയുടെ കൊതം പൊളിച്ചു കൊടുക്കാൻ കൊതമത് നബിക്ക് മുറിയണ്ടിക്ക് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് സഫാന്റെ അടുത്ത് പറഞ്ഞു എന്റെ ആയിഷയുടെ കൊതം ഒന്ന് പൊളിച്ചു കൊടുക്കടാ മോനെ. വയസ്സായ കാലത്ത് ആ കൊതം പൊളിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ലാത്തത് കൊണ്ട് മകനെ ആ സഫാനെ, എന്റെ ആയിഷക്കുട്ടി ഒരു 18 വയസ്സുകാരിയാണ്, അവളെ നീ വെറുതെ വിട്ടരുത്, അവളുടെ കൊതം നന്നായി നീ ഒന്ന് പൊളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആയിഷയുടെ കൊതം പൊളിക്കാൻ ഏൽപ്പിച്ചതല്ലേ. കൊതമതിനെ ഏറി കയറ്റാൻ വന്ന കൊതമതിന്റെ മോന്. മനസ്സിലായോ? കണ്ടോ? ഇതാണ് ഈ തുലുക്കന്മാര് മന്ദബുദ്ധികളാണെന്ന് പറയാൻ കാരണം. ആ കൊതമത് ചുമ്മാതിരുന്നതാ. കൊതമത് എന്നുള്ള പേരില് മുഹമ്മദ് ഷഫീഖ് നഹലു ചിറ കലത്തില് ആ കൊതമതിന്റെ പേരിട്ട് തന്നെ കൊതമതിന് വെടിവഴിപാട് അർപ്പിക്കാൻ വേണ്ടി വന്ന മോന്. ആഹാ, സമ്മതിച്ചു തരണോടാ. നിന്റെയൊക്കെ ബുദ്ധി റോക്കറ്റ് നിങ്ങളുടെ ബുദ്ധി റോക്കറ്റാണ്, റോക്കറ്റ്. മനസ്സിലായോ? ആ റോക്കറ്റ് ബുദ്ധിയായി ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊതമതിനെ കൊണ്ടുവന്ന് വീണ്ടും കാഴ്ച വസ്തുവായിട്ട് ഇറങ്ങി നിൽക്കാനായിട്ട് കുറച്ച് ലാൻഡ് സ്ഥലം തിരക്കി മുഹമ്മദ് ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും ഒരുത്തവൻ എന്ത് ചെയ്തത്, വന്നിട്ട് കൊതമത് നബിക്ക് വെടിവഴിപാട് കലത്തിൽ ചിറ വെടിവഴിപാടൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്ന് നേരുന്നത്. അപ്പോഴേക്കും താഴേക്ക് വരുന്ന കൊതമത് നബി എന്ത് ചെയ്യും, വീണ്ടും പോകും. തള്ളാ കാത്തോളീൻ എന്ന് പറഞ്ഞിട്ടൊരു പോക്ക് പോകുന്നത് കാണാൻ റീന അടിക്കുന്ന അടിയില്. ദയവ് ചെയ്ത് നിങ്ങൾ സത്യത്തിൽ ആ കൊതമതിനെ ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഇവന്മാര് മനഃപൂർവ്വം കൊതമതിനോട് വൈരാഗ്യം കാണിക്കുക. ഇവന്മാരെ ആ മതത്തിലാക്കിയിട്ടതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി എന്നെ എടുത്ത് ഉപയോഗിക്കുക. കാരണം ഇവന്മാര് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവന്റെ തള്ളാക്കുവിന്റെ കൂട്ടങ്ങൾ ആൾക്കാരെല്ലാം കൂടി ഇവന്മാരുടെ കഴുത്തിറക്കും. പോയി എന്തിനാടാ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ റീന ഇരിശ്രേമിൽ നിന്ന് കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നെ ഏൽപ്പിക്കുന്നതല്ലേ ആ ജോലി. ചുമ്മാ അരി വെച്ച് കള്ളന്മാര് കൊതമതിനെ അടിക്കുകയും വേണം, ഒരു വകയ്ക്ക് കൊടുക്കുകയും വേണം. അതിന് നിങ്ങൾക്ക് ആ പരിപാടി എന്നെ ഏൽപ്പിക്കുകയും വേണം. നിങ്ങൾക്ക് 2 കാര്യം നടക്കും. എന്റെ ഒറ്റ വെടിക്ക് 2 പക്ഷി. കൊതമത് ഏതിക്കറിയതിന്റെ ഒരു സമാധാനവുമായി, അവന്മാരുടെ കഴുത്തിന് രക്ഷപ്പെട്ടതിന്റെ സമാധാനവുമായി. കള്ള പന്നികളെ
ഇതാകുമ്പോൾ റീന എരിശ്ലേമിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്കും കൊതമ ഈ പാലത്തൊന്നും താഴോട്ട് ഇറങ്ങത്തില്ലെന്ന് അവന്മാർക്ക് നേരാവണ്ണം അറിയാം. അതിന് വേണ്ടിയിട്ടല്ലേ എന്നെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുന്നത്. പോട്ടെ, നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു തന്നിരിക്കുന്നു. ഹൈ ഹൈ. മജിൽ ക്ലാസിക് റെഞ്ച, മാജി ക്ലാസിക് റെഞ്ച. ഒരു മിനിറ്റ്. יש לתקף בכל נסיעה את כרטיס הרב-קו או היישומון. מגיע לגבעת התחמושת? מה? כן, כן, כן. תודה. ഇവന്റെ പേരെന്താ? മാജി ക്ലാസിക് റെഞ്ച. മതം നിനക്ക് എന്തു ചെയ്തു? പൊലയാടി ഉമ്മയുടെ പേരാണോടാ മാജീദ്? മാജീദ് ക്ലാസിക് രഞ്ജയുടെ ഉമ്മയുടെ പേര് പൊലയാടി. എന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ നീ ഇന്ത്യയിൽ വാ, കാണിച്ചു തരാം. ഉമ്മയുടെ പേര് പൊലയാടി, ഭാര്യയുടെ പേര് ബൂറി. എന്തുവാടാ ഉമ്മയുടെ പേര് പൊലയാടിയും ഭാര്യയുടെ പേര് ബൂറി എന്നൊക്കെ ഇട്ടിരിച്ചിരിക്കുന്നത്? വേറെ പേരൊന്നും കിട്ടിയില്ലേടാ മാജിദ് നിന്റെ ഉമ്മയ്ക്ക്? പൂറി ഉമ്മയ്ക്കും പൊലയാടി ഭാര്യയ്ക്കും ഒരു ഹായ് മാജിദേ. അവർക്കൊരു ഹായ് പറയാൻ വേണ്ടി വന്നതല്ലേ എന്നോട്. പിന്നെ ഇന്ത്യയിൽ വന്ന് ഹായ് പറയണോ? നടക്കത്തില്ല മോനെ, സമയമില്ല എനിക്ക് ഇന്ത്യയിൽ വന്നുള്ള ഹായ് പറയാനായിട്ട്. തൽക്കാലം ഇസ്രായേലിൽ ഇരുന്ന് തന്നെ ഹായ് പറഞ്ഞേക്കാം. യെരുശലേമിൽ ഇരുന്ന് ഹായ് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി എന്താ പറയുന്നത്, മൂമിൻ തൃപ്പാണിച്ച്, എന്ത് പേരാണ്. ഇന്ത്യയിൽ വന്ന് പറയണം പോലെ വേറെ വെയിറ്റ്. ഇന്ത്യയിൽ വന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വെയിറ്റ് കാണും. ഇസ്രായേലിൽ നിന്ന് അടിക്കുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് അടിക്കാൻ പറ്റുമോ? ഇസ്രായേലിൽ നിന്ന് അടിക്കണം. അടി 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 മൂടെ അടിച്ച് പൊളിക്കും. ഇറാന്റെ കുണ്ടി അടിച്ച് പൊളിക്കുന്നില്ലേ ഇസ്രായേൽ, അതുപോലെ പൊളിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. അപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. תחנה מרכזית ירושלים, יפו. ഇസ്മായിൽ KGN, ധൈര്യമുണ്ടെങ്കിൽ പുറത്തു പോയി നിൽക്കടി. ഞാൻ ഇത്ര നേരം പുറത്താണ് നിന്നത്, ഈ കണ്ടില്ലായിരുന്നു? താമസിച്ചാണ് ലൈവിൽ വന്നത്. സോറി മോനെ, താമസിച്ചാണ് ലൈവിൽ വന്നത്. ഞാൻ ഇത്ര നേരം പുറത്തായിരുന്നു. ഇപ്പൊ ബസ് അകത്തോട്ട് കയറിയതേ ഉള്ളൂ. ഓക്കെ. התחנה הבאה, שוק קניון, אגריפס. ഇസ്മായിൽ KGN സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് നീ എത്ര വേണമെങ്കിലും കമന്റ് ഇട്ടോളൂ, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ റെഡി. നീ റെഡിയാണെങ്കിൽ സ്വന്തം പ്രൊഫൈൽ ഇട്ട് വേണം കമന്റ് ഇടാനായിട്ട്. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ഫേക്ക് പ്രൊഫൈലുകളിൽ വന്ന് ലൈവായിട്ടിരുന്ന് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന റീനയോട് ഫേക്ക് പ്രൊഫൈലുകളിൽ വന്നിട്ട് നിങ്ങൾ കരയരുത് ദയവ് ചെയ്ത്. അതുകൊണ്ട് കേരളത്തിലെ സകല മാധ്യമങ്ങളോടും വീണ്ടും എൻ്റെ അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഇസ്രായേലിൽ തന്നെ കണ്ടു നട്ടിരിക്കുക. ഇസ്രായേലിൽ നിന്ന് നോട്ടം നിങ്ങൾ തെറ്റിക്കരുത് പ്രിയ സഹോദരങ്ങളെ. എല്ലാ ഓപ്പറേഷൻ റൈസിംഗ് ലൈനും പൂർത്തിയാക്കിയതിനു ശേഷം ഇസ്രായേൽ നിങ്ങളോട് പറയും, മക്കളെ ഓപ്പറേഷൻ സക്സസ്, ഇനി ഇറാനിലോട്ട് നോക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പം തിരിയണം ഇറാനിലോട്ട്. അതുവരയ്ക്കും നിങ്ങൾ ഇസ്രായേലിൽ തന്നെ കുത്തിയിരിക്കുക. കാരണം ഇസ്രായേലിൻ്റെ പദ്ധതിക്കകത്ത് നിങ്ങളെയും കൂടി ഇസ്രായേൽ ഒരു പ്ലാനിനകത്ത് ഭാഗവാക്കായി മാറ്റിയത് നിങ്ങൾ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ബുദ്ധി. പറഞ്ഞു മനസ്സിലായോ പൊട്ടന്മാരെ? മനസ്സിലായോ? നിങ്ങൾ പോലും ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പറയുന്ന പദ്ധതിക്കകത്ത് നിങ്ങളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, കലാപരിപാടി, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന തെമ്മാടിത്തരവും തോന്നിവാസവും നിങ്ങളുടെ ഫേക്ക് നരേഷനും ഒക്കെ എത്രത്തോളം ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പറയുന്ന ഓപ്പറേഷന് ഗുണം ചെയ്യുന്നെന്ന് അറിയാത്ത പൊട്ടന്മാരെ. അതുപോലെ അറിയാതെ മാധ്യമങ്ങൾ ഇരുന്നിട്ട് അയ്യോ ഇസ്രായേലിന്റെ കാന ബുദ്ധി ഉണ്ടല്ലോ.
സമ്മതിച്ചു കൊടുക്കണം ഇസ്രായേലിന്റെ കാനബുദ്ധി. ഇവന്മാരെ അറിയാതെ ഇവന്മാരെ തന്നെ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റേസിംഗ് ലൈൻ എന്ന് പറയുന്ന പദ്ധതിക്കകത്ത് കൊണ്ടുവന്നിട്ട് ആ നരേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരെ കൊണ്ട് തന്നെ ഫേക്ക് എന്താ പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചുള്ള ഫേക്ക് ന്യൂസുകൾ കൊടുപ്പിച്ചിട്ട് ഇസ്രായേലിനെ കൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവനും നോക്കിയിരുന്ന് മോങ്ങാൻ വിട്ടിട്ട് ഇറാനെ അടിച്ച് പരത്തുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ ഇസ്രായേലിന്റെ. അപ്പ ഈ ബുദ്ധിയെ ഇത് മൊസാദിന് ബുദ്ധിയല്ല, ആരുടെ ബുദ്ധിയായത്? ഈ ബുദ്ധി ഇസ്രായേലിന്റെ ബുദ്ധി അല്ലാതെ ഇതിന് വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധി ചെയ്യാൻ പറ്റുമോ പ്രിയ സഹോദരങ്ങളെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ഇത്രയും കൃത്യമായൊരു ബുദ്ധി കൈകാര്യം ചെയ്തിട്ട് ഈ തുലുക്കന്മാരെ തന്നെ അതിനകത്ത് ഭാഗവാക്കാക്കി വെച്ചു എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതുകൊണ്ട് എന്താ ഇസ്രായേലിന് ഗുണം ചെയ്യുകയാണ്. ഒരാഴ്ചയായിട്ട് ആരെങ്കിലും മോങ്ങുന്നുണ്ടോ ഇറാന്റെ മേലുള്ള യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞിട്ട്? ഇല്ല, നിർത്താൻ നിങ്ങൾ മോങ്ങത്തില്ല. ഇറാനെ അടിക്കാൻ ഇസ്രായേലിന് അവസരം കൂട്ടിക്കൊടുക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ഇസ്രായേലിന് കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നു, ഇസ്രായേലിന്റെ ആഭ്യന്തര മന്ത്രാലയം തകർന്നു കിടക്കുന്നു, ഇസ്രായേലിന്റെ എയർപോർട്ടുകൾ അടിച്ചു ഇറാൻ പരത്തിയിരിക്കുന്നു എന്നുള്ള ആ വാർത്തകളെല്ലാം തന്നെ ഇസ്രായേലിന് ഇറാനെ അടിക്കാനുള്ള ഗുണം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധം ഈ കാലത്തൊന്നും ഇസ്രായേൽ തീർക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ നരേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പൊട്ടന്മാർ ഇതറിയാതെ ഈ പൊട്ടന്മാർ ഇപ്പോഴും ഫേക്ക് ന്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. എന്തായാലും നിങ്ങൾ പറയണം എന്നുള്ളത് ഇസ്രായേലിന്റെ പദ്ധതിയുടെ ഭാഗവുമാണ്. സഹോദരങ്ങളെ, ദയവ് ചെയ്ത് ഇസ്രായേലിന്റെ കാനബുദ്ധിയിൽ നിങ്ങൾ വന്ന് പെട്ടുപോയല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. അതെന്തായാലും നല്ലതായി. നല്ലൊരു ഗുണം ഇസ്രായേലിന് ചെയ്തു സഹോദരങ്ങളെ, നല്ലൊരു ഗുണം ചെയ്തു. ഇതിനകത്ത് വേറൊരു രസം എന്താണെന്നറിയാമോ? ഇസ്രായേലിന്റെ മൊസാദും ഇസ്രായേലിന്റെ IDF വരെ എന്ത് ചെയ്തു? വീഡിയോകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇസ്രായേൽ അവിടെ തകർന്നു ഇവിടെ തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഇസ്രായേൽ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഇസ്രായേല് സകല ഞങ്ങളുടെ ഫോണുകളിലെല്ലാം 3 മിനിറ്റിന് മുമ്പേ അലാറം തരും. തന്നിട്ട് പറയും എല്ലാവരും അണ്ടർഗ്രൗണ്ടിൽ പൊയ്ക്കോ എന്ന് പറയും. കാരണം ജനങ്ങളുടെ ജീവൻ സുരക്ഷ വേണം. കെട്ടിടങ്ങൾ തകർന്നാലും ഇസ്രായേലിന് പ്രശ്നമില്ല, കാരണം വീണ്ടും കെട്ടിടങ്ങൾ പണിയാൻ പറ്റും. പക്ഷെ ജീവനെ നിലനിർത്തണം. അതിനാണ് പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ പോകാം എന്നെല്ലാവരെയും. അപ്പം ഈ ഇസ്രായേൽ പറയുന്നത് കേട്ടിട്ട് പോകാതിരുന്നവരുടെ ജീവനുകളാണ് പോയത്, അല്ലാത്തവരുടെ ആരുടെയും ജീവൻ പോയിട്ടില്ല. മനസ്സിലായോ? ഇമ്മ അന്ന ജോസെ, ഇങ്ങനെ പ്രൊഫൈല് ഫേക്ക് ഐഡിയിൽ വരല്ലേ കുഞ്ഞെ? ഷട്ടാ, സ്വന്തം പ്രൊഫൈലിൽ വാ. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, എന്ത് വേണമെങ്കിലും സ്വന്തം പ്രൊഫൈൽ ചെയ്തെന്ന് പറഞ്ഞു. എന്തിനാ ഈ ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരാണും പെണ്ണും കർഷകണ്ടിയെ പോലെയൊക്കെ വന്നൊരു പെണ്ണായി എന്നെ പേടിയോ നിങ്ങൾക്ക്? ആണോ? അറിയണ എന്തറിയണ നിന്നെ ഇവരൊക്കെ പേടിക്കുന്നേ? ഇസ്രായേലിന്റെ പെൺസിംഹമായതുകൊണ്ടാണോ? വേട്ടയാടി ഇരപിടിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല? വിനീത് KS, ജൂതന്റെ ടെക്നോളജിയും ഫോണും ഒക്കെ വേണം നമ്മന്റെ ആൾക്കാർക്ക്, എന്നിട്ട് അവരെ കുറ്റം പറയുകയും ചെയ്യും. ആ ടെക്നോളജി ഉപയോഗിച്ച് ജൂതനെ ഇവർ സഹായിച്ചുകൊണ്ടിരിക്കുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടു കൂടി. അതാ ഈ പൊട്ടന്മാരെ വെച്ച് ഇസ്രായേൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പൊട്ടന്മാര് പോലും അറിയാതെ അതിന്റെ ഭാഗവാക്കുകളായിരുന്നു ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവന്മാര്. അതാണ് രസം. ഇതിപ്പോ ഈ ടെഹ്റാന്റെ യുദ്ധം എപ്പോഴേ തീരേണ്ടതെന്ന് അറിയാമോ? ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ നോക്കി കരയേണ്ട സമയം കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കഴിഞ്ഞ വ്യാഴാഴ്ച അടിക്ക് തുടങ്ങിയതാണ് ഇസ്രായേൽ. ആ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച അവിടെ ടെഹ്റാൻ നിന്ന് കത്തി 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 അവരുടെ അടിനാവി ചവിട്ടി തളർത്തി കഴിഞ്ഞു. ഇനി എനിക്ക് നിൽക്കാനുള്ള ആരോഗ്യം ടെഹ്റാനില്ല, കാരണം അത്രയും തകർത്ത് കളഞ്ഞു എൻ്റെ ടാങ്കും അത് ഇതുമൊക്കെ. അപ്പം ഈ ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ നോക്കിയിട്ട്, ഇസ്രായേൽ പ്ലീസ്, നിങ്ങൾ നടത്തുന്നത് എന്താ പറയുന്നത്, ജനങ്ങളുടെ മേൽ ഇസ്രായേൽ നടത്തുന്നത്
വളരെ മനുഷ്യത്വരഹിതപരമായ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കരയേണ്ട സമയം കഴിഞ്ഞു ഇവന്മാര്. പക്ഷെ എന്ത് ചെയ്യാനാ, ആർട്ടിഫിഷ്യലിന്റെ സഹായത്തോടു കൂടിയും ഈ വാർത്താ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയും ഇസ്രായേലിന്റെ വാഴക്കൊല കത്തുന്ന കാര്യം പറഞ്ഞ് പെരുപ്പിച്ച് ഇപ്പൊ ലോകരാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ നോക്കി എത്തിയാൻ പറ്റുന്നില്ല. യുദ്ധം നിർത്തുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇസ്രായേൽ തിരിച്ചു പറയും, നിങ്ങൾ നോക്ക് ഞങ്ങളുടെ രാജ്യം നശിപ്പിച്ചിട്ടിരിക്കുന്നത് കാണുക എന്ന് പറഞ്ഞ് ഇസ്രായേൽ തിരിച്ചു പറയാനുള്ള അവസരം കൊടുത്തു വെച്ചിരിക്കുവോ നിങ്ങളെല്ലാം കൂടി ചേർന്ന്. നന്നായി, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് വേണം. അവൻ്റെ ചാരമാക്കി ഇറാനെ തീർത്തതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് ഇരുന്ന് കരഞ്ഞാൽ മതി. അതുവരേക്ക് നിങ്ങൾ ഇസ്രായേലിനെ നോക്കി തന്നെ ഇരുന്ന് കരഞ്ഞോ. ഞങ്ങളുടെ ബോർഡയിൽ പോലും ഇത് തട്ടത്തില്ല നിന്റെയൊക്കെ കാര്യത്തില്. കാരണം ഞങ്ങളുടെ രാജ്യം എങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. നല്ല വൃത്തിയാണ്. ഇവിടെ 2-3 കെട്ടിടങ്ങൾ തകർന്നു പോയെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്രായേൽ അതിനെ പുതുക്കി പണിയാനുള്ള പൈസകളൊക്കെ ഇറങ്ങി ഇസ്രായേൽ ഓൾറെഡി ആ പണി തുടങ്ങുകയും ചെയ്തു. ഖമനയ്ക്കിളവൻ ഇന്ന് വടിയാകുമോ? വടിയാകണം. ഖമന ഇന്ന് വടിയാകുമെന്ന് വിശ്വസിക്കുന്നു. ആ കിളവൻ വടിയായാലും ഇവന്മാർ വടിയായില്ലെന്നുള്ളതിനെ പറയത്തുള്ളൂ. അങ്ങനെ തന്നെ പറയണം. അപ്പൊ ഇസ്രായേലിന്റെ നരേഷനകത്ത് വീണുപോയി വന്നു കിടന്ന് കരയുന്ന സുഖ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ വീണ്ടും നിങ്ങൾക്ക് എന്റെ നന്ദി. സകല കേരള ദേശീയനെറ്റിനും മാതൃഭൂമിക്കും മലയാള മനോരമയ്ക്കും എല്ലാവർക്കും. יש לתקף בכל נסיעה את כרטיס הרב-קו או היישומון. ജെഫി ചേച്ചി IDF-ന്റെ ഇൻസ്റ്റാ പേജ് വൻ നാശമാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങളെ കരയുന്നു, മാധ്യമങ്ങളെല്ലാം കരയുന്നു. അപ്പൊ IDF-ഉം കൂടി അങ്ങ് പൊലിപ്പിച്ച് കാണിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ഇരുന്ന് നോക്കി കരഞ്ഞോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേണം അങ്ങോട്ട് അടിക്കാനായിട്ട്. പണ്ടൊന്നും IDF അങ്ങനെ പറയത്തോലും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇത് IDF-ഉം ഇസ്രായേലും മൊസാദും ഒക്കെ ചേർത്ത് നടത്തിയ ഒരു നരേഷന്റെ ഭാഗമാണ് ഇവരുടെ സഹോദരങ്ങൾ. ഇതുപോലും അറിയാതെ കരയുന്ന എല്ലാ സുഖക്കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. കരഞ്ഞോളൂ. അതാ ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞത്. IDF-ന്റെ പേജ് പോയി നിങ്ങൾ നോക്ക്, മൊസാദിന്റെ പേജ് പോയി നോക്ക്. ഇസ്രായേലില് വീഴ്ന്ന് പതിക്കുന്ന ബോംബുകളെ കാണിച്ചുകൊണ്ടിരിക്കുക ഇസ്രായേല്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ചിട്ട് വേണം ഇവന്റെ കുണ്ടിക്ക് അടിച്ച് പരത്താനായിട്ട്. ലോകരാജ്യങ്ങൾ എന്ത് ചെയ്യരുത്, നോക്കിയിരുന്ന് IDF-നോട് പറയരുത്, ഇസ്രായേലിനോട് പറയരുത്, യുദ്ധം നിർത്തുമെന്ന് പറയരുതല്ലോ. ഇവന്മാർ അങ്ങനെയാണല്ലോ. ഗാസ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാതെ ഇവന്മാർ മുഴുവൻ ഗാസയിൽ അടിച്ചത് മാത്രം കാണിച്ച് കരച്ചിൽ തുടങ്ങിയവന്മാരല്ലേ. അപ്പം അത് മനസ്സിലാക്കി ഇസ്രായേൽ ഒരു കാര്യം തീരുമാനിച്ചു. ഇസ്രായേലിൽ വീഴുന്നത് കാണിച്ചു കൊടുത്ത് ഇവന്മാരെ കൊണ്ട് തന്നെ കരയിപ്പിക്കണം. മനസ്സിലാക്കണം. എന്നിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യണം, അടിക്കണം. ഇത് ഇസ്രായേലിന്റെ പ്ലാനായിരുന്നു. അത് ഇസ്രായേൽ സക്സസ്ഫുള്ളായി ചെയ്തെടുത്തു. ഇസ്രായേലിന് അഭിനന്ദനം. അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്തെടുത്തു ഇസ്രായേലിന്. യുദ്ധം നിർത്തത്തൊന്നുമില്ല ഇസ്രായേല്. ഇവന്മാര് നിർത്താൻ സമ്മതിക്കുന്നില്ല. കാരണം ഫേക്ക് ന്യൂസുകൾ കൊണ്ടുവന്ന് ഇത് നിർത്താൻ സമ്മതിക്കാതെ എന്ത് ചെയ്തു, വീണ്ടും അവസരങ്ങൾ ഇസ്രായേലിന് ആക്കം കൂട്ടി കൊടുക്കുകയാണ് അടിക്കാനുള്ള. മനസ്സിലായോ? ഈ ന്യൂസിന്റെ പെരുപ്പിച്ച് കാണിച്ച് ഇസ്രായേലിന് അവന്മാരെ അടിക്കാനുള്ള ആക്കം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുകയല്ലേ. അത് നല്ലതാണ്. ഇറാന്റെ ട്വിറ്റർ അക്കൗണ്ട് കൂട്ടിയത് മാത്രമല്ല, ഇറാന്റെ ദേശീയ മാധ്യമ ചാനൽ അടിച്ച് തകർത്തിട്ടിരിക്കുക ഇസ്രായേല്. അവിടെ നിന്ന് ഇനി വാർത്തകളൊന്നും വരത്തൊന്നുമില്ല. ഫാരിസ് ബിൻ ഖലീൽ, നീ ചത്തില്ലേ? ആവി കൊതമുദിന്റെ ആവി വന്നിരുന്ന് സംസാരിക്കുകയാണ് മകൻ ഫാരിസ് ബിൻ ഖലീലിന്റെ പുത്തുനബിയില്ലേ, പുത്തുനബിയുടെ ആത്മാവ് എന്നെ പറഞ്ഞു വിട്ടിട്ട് പറയുകയാണ്, ഫാരിസ് ബിൻ ഖലീൽ ഇപ്പൊ വരും, അവന്റെ കൊതത്തിലോട്ട് മിസൈൽ അടിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കാൻ എന്നെ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് മകനെ ഫാരിസ് ബിൻ ഖലീലെ അവന് കണ്ണില്ല. റജി തോമസ്, ഇതാണ് നെയ്ച്ചോറും തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം. അയ്യോ, മുറിയന്മാരുടെ ബുദ്ധിയും ഇസ്രായേലിന്റെ ബുദ്ധിയും എനിക്ക് വയ്യ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന ഇസ്രായേലിന്റെ പണിയുണ്ടോ നിങ്ങളെ? പണ്ട് ഗാസയെ നോക്കി കറഞ്ഞ് ദൂരി മെഴുകിയവന്മാര് ഇന്ന്
ഇസ്രായേലിനെ നോക്കി കരയാൻ വിട്ടിട്ട് ടെഹ്റാന്റെ കുണ്ടിക്കടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ. ഞാൻ ഇന്ന് ഒരുപാട് ചിരിച്ച് പ്രിയ സഹോദരങ്ങൾ ഇസ്രായേലിന്റെ ആ ബുദ്ധിയെ ഓർത്തിട്ട്. കാരണം എത്ര മനോഹരമായി ഇസ്രായേൽ ആ ഓപ്പറേഷൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു നോക്കിക്കൊണ്ട് ഇന്നലെ ഇസ്രായേലിന് മുന്നറിയിപ്പ് കിട്ടി ബർഷേബ ഹോസ്പിറ്റലിലേക്ക് ഒരു മിസൈൽ അയക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഒഴിപ്പിക്കാൻ വിട്ടിട്ട് ഇസ്രായേൽ എന്ത് ചെയ്തു, അയൺ ഡോമിന്റെ പ്രതിരോധ സംവിധാനം ആ ഹോസ്പിറ്റലിലേക്ക് വീഴാൻ സമ്മതിച്ചു കൊടുത്തു, അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം അവിടെ പേഷ്യൻസ് ഇല്ല എന്നുള്ളത് ഇസ്രായേൽ ഉറപ്പുവരുത്തി. കാരണം സകല പേഷ്യൻസിനെയും കൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്തു, വേറെ 2 റൗണ്ടിൽ പോയി പാർപ്പിച്ചത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇവന്മാരെ അടിക്കാനുള്ള നല്ലൊരു ആയുധമാണ്. ഹോസ്പിറ്റലിന്റെ മേൽ ഇവന്മാർ മിസൈൽ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അയൺ ഡോം സംവിധാനത്തെ മനഃപൂർവ്വം തടഞ്ഞു നിർത്തി ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ എന്ത് ചെയ്യും, ആളൊഴിഞ്ഞ സ്ഥലത്തിലേക്ക് മിസൈൽ വീഴത്തക്കവണ്ണം അനുവദിച്ചു കൊടുത്തിട്ട് അത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇസ്രായേൽ കാണിച്ചു കൊടുത്തു, ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ അടിച്ചു നടത്തുക ഇവന്മാർ. അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ അടിച്ചു നിർത്തി ഇവന്മാരെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുണ്ടിക്കടിക്കാനുള്ള ഒരു അവസരം ഇസ്രായേൽ ഒരുക്കിയെടുത്തു. അതിനനുസരിച്ച് എന്താ മാധ്യമങ്ങളെല്ലാം പറഞ്ഞ് പെരുപ്പിക്കുമല്ലേ, ഇസ്രായേലിന്റെ ഹോസ്പിറ്റൽ തകർത്തു, ഇസ്രായേലിന്റെ കെട്ടിടത്തിന് മേൽ മാരകമായ പ്രകടനശക്തിയോടുകൂടി ഇറാൻ ഇത് അടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഇവരും തള്ളി മറച്ചു കൊടുക്കുകയല്ലേ. അപ്പൊ ഇറാന്റെ കുണ്ടിക്കടിക്കാനുള്ള അവസരം വീണ്ടും ഇസ്രായേലിന് എന്ത് ചെയ്തു, നമ്മുടെ ലോകമാധ്യമങ്ങളും കുലുക്കന്മാരെല്ലാം കൂടി ഒപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട് സഹോദരങ്ങളെ, സന്തോഷമുണ്ട്. മനസ്സിലായോ? അബ്ദുൾ ജബ്ബാറെ, സോറി മകനെ, സ്വന്തം പ്രൊഫൈലിൽ വന്ന് കമന്റ് ഇടൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്റെ മുഖം കാണാൻ പറ്റുന്നില്ലേ നിനക്ക്? നിങ്ങൾക്ക് എന്റെ മുഖം കാണാൻ പറ്റുന്നില്ലേ? അബ്ദുൾ എന്നാ ചെല്ല്. കേരളത്തിലെ ന്യൂസ് ശരിയാണ്. ഷാൻ മാത്യു. התחנה הבאה, חיל ההנדסה, נעמי קיס. יש לתקף בכל נסיעה את כרטיס הרב-קו או היישומון. ഇപ്പോൾ എവിടെയാണ് ടെല്ലവീവ്? ഇപ്പോൾ ടെല്ലവീവല്ല, എൻ്റെ സ്ഥലം യെരുശലേമാണ്. ഞാൻ യെരുശലേം, റീന ഫ്രാൻസിസ്, ജെറുസലേം. ഫാരിസ് ബിൻ ഖലീൽ മനുഷ്യനാകാൻ നോക്കുന്നു. നിന്നോടൊക്കെ സംസാരിക്കണമെങ്കിൽ പ്രേതമായാലേ പറ്റത്തുള്ളൂ, മനുഷ്യനായിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണല്ലോ നീ എൻ്റെ അടുത്തൊന്ന് ചോദിച്ച ചത്തില്ലേ എന്ന് പറഞ്ഞിട്ട്. നിന്നോടൊക്കെ സംസാരിക്കണമെങ്കിൽ മനുഷ്യനായിട്ട് കാര്യമില്ല. ആസാദ് കയവിൽ. മാഷാള്ള, ഗോഡ് ബ്ലസ് യു, ജയ് ശ്രീരാമൻ. ഒരു പിരി പോയി കിടക്കുക. שבטי ישראל. റഫീഖ് മോൻ KDM. ഇസ്രായേലിന്റെ ഒരു ഭാഗം മൊത്തം പോയി, ഇപ്പോഴും അമ്മച്ചി പൊട്ടക്കണച്ചിട്ട് തകടയാണ്. ആറ് മക്കളെ, ഇസ്രായേലിന്റെ ഒരു ഭാഗം മൊത്തം ഇസ്രായേലിന്റെ ഒരു ഭാഗം മൊത്തവും പോയി. ഇസ്രായേലിന്റെ ആരാധനകൾ തകർത്തു, ഇസ്രായേലിന്റെ ഭാഗം പോയി. മൊസാദിന്റെ കെട്ടിടം തകർത്തു, 4-5 ഹോസ്പിറ്റലുകൾ തകർത്തു, പിന്നെ കിൻഡർ ഗാർഡൻ തകർത്തു, കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾ തകർത്തു, പോലീസ് സ്റ്റേഷനെല്ലാം തകർത്തു, തരിപ്പണമായിരിക്കുന്നു. റോഡുകളെല്ലാം പൊട്ടിപ്പൊടിഞ്ഞു കിടക്കുന്ന ഇവന്മാരുടെ ആക്രമണത്തിൽ ഇറാന്റെ മാരകമായ പ്രകടനശേഷിയുള്ള വലിയ വലിയ ബോംബുകൾ ഇവിടെ വന്ന് വീണിട്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ മൊത്തത്തിൽ തകർന്ന് താളടിയായി കിടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇറാനെ വെറുതെ വിടാൻ കൊള്ളാമോ പ്രിയ സഹോദരങ്ങളെ? അപ്പൊ അവന്റെ കുട്ടിക്ക് കാര്യമായിട്ട് അടിക്കണ്ടേ ഇങ്ങനെ ഇസ്രായേലിനെ തകർത്താൻ? ഇങ്ങനെ ഇസ്രായേലിനെ തകർത്ത ഇവന്മാരുടെ കുണ്ടിക്ക് അടിക്കണോ വേണ്ടയോ? അതാണ് പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഇസ്രായേലിനെ മൊത്തത്തിൽ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നത്. ഇറാനെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ തീരുമാനിച്ച് അവന്മാരുടെ കുണ്ടിക്കടിച്ച് അവന്മാരെ ചാരമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സമാധാനമായോ? תחנת רכבת קלה שמעון הצדיק, שדרות ברלין. יש לתקף בכל נסיעה את כרטיס הרב-קו או היישומון.
ആർട്ടിഫിഷ്യലിന്റെ സഹായത്തോടുകൂടി ഇസ്രായേലിനെ സഹായിക്കാൻ ഇറങ്ങിയ എല്ലാ കൊതമതിന്റെ കൊതഭോഗികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇറാന്റെ യുദ്ധം തീരുന്നത് വരയ്ക്കും നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. വളരെ സന്തോഷം, വളരെ സന്തോഷം. ജെഫി 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 എന്താ മോനെ, ഞാൻ എന്തോ ഇവിടെ ലൈവായിട്ട് ഇരിക്കുമ്പം നിങ്ങളും ലൈവായിട്ടല്ലേ എന്റെ മുമ്പിൽ വരേണ്ടത്. ഫേക്ക് ഐഡികളിലാണോ വരുന്നത്? שלה. תחנה הבאה, המטה הארצי, שדרות חיים ברלב. ഫേക്ക് ഐഡിയിൽ നിന്നും ഇറങ്ങിപ്പോടാ വിവരം കിട്ടാനേ. ആസാദ് കയവേൽ കേരളത്തിൽ വാ ചേച്ചി. എന്തിന്? AKG സെന്ററിനകത്ത് മിസൈലിട്ട് പൊട്ടിക്കാനും. המטה הארצי, שדרות חיים ברלב. കേരളത്തിൽ ഞാൻ വന്നിട്ട് AKG സെന്ററിന്റെ ഞാൻ മൊസാദിന്റെ ഞാൻ വന്ന എന്റെ കൂടെ ഒരു മൊസാദും കാണും. എടാ ഞാൻ വന്നാലേ എന്റെ കൂടെ ഒരു മൊസാദും കാണും. അല്ലാതെ ചുമ്മാ ഞാൻ കേരളത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ അഥവാ ഞാൻ കേരളത്തിൽ കണ്ടുവന്നു കഴിഞ്ഞാൽ പിണറായിന്റെ കുണ്ടിയും പുളിയും, പിണങ്ങാണ്ടിയുടെ കുണ്ടിയും പുളിയും, മുഹമ്മദ് റിയാസിന്റെ കുണ്ടിയും പുളിയും, രണ്ടുപേരുടെ കുണ്ടിയും കൂടി പൊളിക്കാനായിരിക്കും ഞാൻ വന്നിറങ്ങുന്നത് അവിടെ കേരളത്തില്. പിന്നെ AKG സെന്റർ എന്ത് ചെയ്യും? പൊട്ടിത്തിറക്കും. അത്രയും നടക്കത്തുള്ളൂ ഞാൻ കേരളത്തിലെത്തിയാൽ. ഞാൻ കേരളത്തിൽ വരാതെ തന്നെ പലതും നടന്നില്ലേടാ വിവരം കിട്ടാത്തമാരെ. നീയൊക്കെ വിചാരിച്ചോ? നീയൊക്കെ സുഡാപ്പികളായിരുന്ന സമയത്ത് നീയൊക്കെ പോപ്പുലർ ഫ്രണ്ട് എന്താ പറഞ്ഞത്? റീനയെ തീർത്തുകളെയും ആനകളെയും മൂനകളെയും എന്നൊക്കെ പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ കണ്ടം വഴി ഓടിച്ചു തരാന്നറിയാമോ വിവരം കിട്ടവന്മാരെ? ഇനിയെങ്കിലും മനസ്സിലായോ? എന്നെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ ബാക്കി വല്ലതും ഉണ്ടോ? അന്ന് അങ്ങനെ അല്ലായിരുന്നല്ലോ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത് എന്നോട്. പോപ്പുലർ ഫ്രണ്ട് എന്താ പറഞ്ഞത്? റീനയ്ക്ക് കൊട്ടേഷൻ വരെ അൽഖ്വയ്ദ തീവ്രവാദികൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ ആരുടെ സഹായത്തോടെയാ? മൊസാദിന്റെ സഹായത്തോടെയാണ് ആ വിവരം കേട്ടവന്മാരെ പോപ്പുലർ ഫ്രണ്ടിനെ കച്ചത്ത് ചുരുട്ടി വെച്ചത്. കളിക്കുമ്പോൾ സൂക്ഷിച്ചിങ്ങനെ എന്റെ കമന്റ് ബോക്സിൽ വന്ന് നീയൊക്കെ കൊണ്ടുവന്ന് കമന്റ് ഇട്ട് തള്ളി മറിക്കുമ്പോഴുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ആലോചിച്ചിട്ടൊക്കെ കമന്റ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ പിണുങ്ങാണ്ടിയുടെ കുണ്ടിക്ക് എന്ത് ചെയ്യേണ്ടി വരും? അടുത്ത മിസൈൽ കയറ്റി പൊട്ടിക്കേണ്ട ഗതികേട് വരും. മൊസാദ് അങ്ങോട്ട് കയറി വരും. മനസ്സിലായോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ചുമ്മാ ഇരിക്കുന്ന റീനയെ നിങ്ങൾ കേരളത്തിലോട്ട് വിളിച്ചടി മേടിക്കരുത്. നമ്മൾ അല്ലേലും എപ്പോഴും അടി ഇരന്ന് വാങ്ങിക്കുന്ന പതിവ് നമുക്ക് കൂടുതലാണല്ലോ. നമ്മൾ അടി ഇരന്ന് വാങ്ങിക്കുന്ന കൂട്ടത്തിലുള്ളവരാണല്ലോ. അതുകൊണ്ട് കുണ്ടിക്കടി ഇരന്ന് മേടിക്കാതെ പോകാൻ നോക്കും മക്കളെ. ചുമ്മാ ഇരിക്കുന്ന എന്നോട് പറയുക കേരളത്തിലോട്ട് പോകാന്ന് ചേച്ചി. ഷജീർ ഖാൻ അതിന് കേരളത്തിൽ ഊമ്പാ നിന്റെ ഉമ്മയുണ്ടല്ലോടാ. അതിന് ഞാനെന്തിനാ കേരളത്തിൽ നിന്ന് ഊമ്പുന്നേ? നിന്റെ ഉമ്മ പിണുങ്ങാണ്ടിയുടെ കൊതമിരുന്ന് ഊമ്പുന്നുണ്ട്, കൊതമത് റിയാസിന്റെ കൊതമിരുന്ന് ഊമ്പുന്നുണ്ട്, കാന്തപുരത്തിന്റെ കൊതം എടുത്ത് വെച്ച് ഊമ്പുന്നുണ്ട്. പിന്നെ ഷജീർ ഖാന് ഞാനെന്തിനാ കേരളത്തിൽ വരുന്നത്? ഉമ്മയുടെ അവസരം കളയാനോ? നിന്റെ ഉമ്മയുടെ ഊമ്പലിന്റെ അവസരം ഞാൻ കളയാനില്ല ഞാനായിട്ട്. ഓക്കെ ഷജീർ ഖാന്, അതിനോർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. ഷജീർ ഖാനെ നിന്റെ ഉമ്മയുടെ ഊമ്പലിന്റെ അവസരം പിണുങ്ങണ്ടി. ഷജീർ ഖാന്റെ അമ്മ പാടുന്ന ഉമ്മ പാടുന്ന പാട്ടാ ഞാൻ കൂമ്പാമ്പാ പിണുങ്ങണ്ടി പിണുങ്ങണ്ടി കൊതമത് റിയാസ് പിണുങ്ങണ്ടി പിണുങ്ങണ്ടി ഞാൻ കൂമ്പാൻ പോയി. നമുക്ക് പാട്ട് മാറി ആരെ വെച്ച്
രജനീകാന്തിൻ്റെ അടുത്ത് പറയാം പാട്ട് മാറ്റി ഷജീർ ഖാന്റെ ഉമ്മയ്ക്ക് ഇട്ട് കൊടുത്തേക്കാന്ന് പറയും. കൃത്യമായിട്ട് ഉമ്മ അത് ചെയ്യുന്നുണ്ട് കാര്യം. ആസാദ് കയവിള, ഈ മൈരെ ഞാൻ കണ്ടിട്ടുണ്ട് അടിപൊളി ക്രിസ്ത്യാനികളെ. നീ അയത്തിൽ ഇല്ല. ഓക്കെ, അത് തന്നെ, നീ കണ്ടിട്ടുള്ള ക്രിസ്ത്യാനികളെല്ലാം നിന്റെ ഉമ്മയ്ക്ക് കൊതമ്പോക്കെ നടത്തി കൊടുക്കുന്നവരെല്ലാം നീ കണ്ടിട്ടുള്ളൂ. അതുപോലെ നിനക്ക് കുനിഞ്ഞു നിന്ന് വരുന്ന ക്രിസ്ത്യാനികളെയും അല്ലേ നീ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിന്റെ കൊതം വെട്ടിയെടുക്കുന്ന, നിന്റെ മുറിയണ്ടി വെട്ടിയെടുക്കുന്ന ക്രിസ്ത്യാനിയെ കണ്ടിട്ടില്ലല്ലോ. അതിൽ ചുരുപ്പാ മോനെ നിനക്ക്. ആസാദ് കയവിള കണ്ടിട്ടുള്ള ക്രിസ്ത്യാനികളെന്നൊക്കെ പറയുന്നത് മുഴുവനും അവനൊന്നിൽ കുനിഞ്ഞു വീണ് കൊടുക്കുന്നവനായിരിക്കും, ഇല്ലെങ്കിൽ ഇവൻ്റെ ഉമ്മയ്ക്ക് കൊതപോക നടത്തി കൊടുക്കുന്നവനായിരിക്കും. ആ ക്രിസ്ത്യാനികളെ അവൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവൻ്റെ ഉമ്മയുടെ കൊതത്തിനകത്ത് മിസൈൽ കയറ്റി അടിക്കുന്ന ക്രിസ്ത്യാനിയെയും അവൻ്റെ മുറിയണ്ടിയെ വെട്ടിയെടുക്കുന്ന ക്രിസ്ത്യാനിയും ആദ്യമായിട്ട് അവൻ കാണുന്നതിൻ്റെ മനോവിഷമമാണ്. കോട്ടുമോനെ താമസം പതുക്കെ പതുക്കെ നമ്മളെ കൂട്ടു സഹോദരൻ ക്രിസ്ത്യാനികളെല്ലാവരും നീ കണ്ട് മനസ്സിലാക്കിക്കോളും. ഇനി വന്നു കഴിഞ്ഞാൽ അണ്ടി വെട്ടിയെടുത്ത് തരുന്ന ക്രിസ്ത്യാനികളെല്ലാം നീ കണ്ടോളും. മനസ്സിലായോ? יהודיאל אדם, תמיר. മനസ്സിലായോ? അരുൺ ഇടുക്കി മോനെ സ്വന്തം പ്രൊഫൈലിൽ വന്ന് കമന്റ് ഇടുക. റഫീഖ് മോൻ KTM, ചിരി അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ അമ്മച്ചി. അതെങ്ങനെയാണ്? അതിന്റെ ഉമ്മയുടെ കൊതം ഇങ്ങനെ പൊളിഞ്ഞ് ചിതറിക്കിടക്കുമ്പോൾ അതിന് മുമ്പിലിരുന്ന് കാര്യമായിട്ട് ചിരിക്കുന്നത് ശരിയല്ല. മനസാക്ഷിക്ക് നിരക്കുന്നതാണോടാ? മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യമൊക്കെ പറയടാ, വിവരം കേട്ടോ. יקותיאל אדם, דוד ניב. റഫീഖേ KDM, മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യമൊക്കെ ഒന്ന് പറയടാ, വിവരം കെട്ടവനെ. നിന്റെ ഉമ്മയുടെ കൊതം ഇങ്ങനെ പൊളിഞ്ഞ് ചീഞ്ഞ് നാറിക്കിടക്കുമ്പോഴത്തേക്ക് അതിന് മുമ്പിലൊക്കെ ഇരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പറ്റ പാട്ടിടാം. അത് മതിയോ നിന്റെ ഉമ്മയുടെ മുമ്പില്? അത് മതിയോടാ വിവരം കെട്ടവന് നിന്റെ ഉമ്മയുടെ മുമ്പില്? അല്ലാതെ ഇവിടെ സമയം എത്ര മണിയായി? 11:30. ഉറക്കവും വരുന്നു. സജയൻ സജി ഡോണ്ട് ഫേക്ക് ഐഡിയിൽ വന്ന് ആണത്തും കാണിക്കുന്നത്. എന്തുമാടെ വിവരം കിട്ടുമാരെ? പ്രൊഫൈലും ഇല്ല, അത് ഫേക്ക് ഐഡിയിലും വന്നിട്ട് ആണത്തം കാണിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ആസാദ് കയവിൽ, നിന്റെ അച്ഛൻ സൂപ്പറാണ്. എന്റെ അച്ഛൻ സൂപ്പറാടാ. നിന്റെ സംസാരം കേട്ടാൽ അറിയാം. അതാണ് എന്റെ അച്ഛൻ സൂപ്പർ ആയതുകൊണ്ടാണ് നിന്നെപ്പോലുള്ള കൊതഭോഗികളെ കണ്ടു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ നിന്നെപ്പോലുള്ള കൊതഭോഗികളുടെ കൊതത്തിനകത്തോട്ട് നല്ല മിസൈൽ കയറ്റി അടിച്ച് പൊട്ടിച്ച് വിട്ടേക്കണം എന്ന് പഠിപ്പിച്ചത്. മനസ്സിലായോ? എന്റെ അച്ഛൻ സൂപ്പർ ആയതുകൊണ്ടാണ്. മനസ്സിലായോ? התחנה הבאה, מאיר גרשון, חיים תורן. יש לתקף בכל נסיעה את כרטיס הרב-קו או היישומון. അടിച്ച് ശരിയാക്കിക്കണം എന്ന് ഓൾറെഡി എൻ്റെ അച്ഛൻ മനസ്സിലായോ? അപ്പൊ ഓട് കുണ്ട. സാറാ തോമസ്, തീവ്രവാദി ഗുണ്ടനോളികൾ വെളിച്ചെണ്ണയുമായി മുറക്കം. അവർക്ക് ഉറക്കമില്ല.
തീവ്രവാദി കുണ്ടന്മാര് വെളിച്ചെണ്ണയുമായിട്ട് ഉറക്കമില്ലാതെ രാത്രിയിൽ മുഴുവനും അലഞ്ഞു നടക്കുകയാണ്. ഒന്ന് അലച്ചു നോക്കേ. ആസാദ് കയവറയില് അതിന് എന്റെ അച്ഛൻ കുണ്ടിലടിച്ച് വളർത്താനായിട്ട് എന്റെ അച്ഛൻ കൊതമതിന്റെ അനുയായി അല്ലല്ലാടോ വിവരം കെട്ടവനെ. നീ സ്വയം ട്രോളിച്ചാകാൻ വേണ്ടി കമന്റിട്ട് തള്ളുവാണോ? ആസാദേ ഇവിടെ വാക്കുകൾ തരുമ്പോഴേ റീനയ്ക്കാണ് കൊണ്ടുവന്നിട്ട് തരുന്നത് വിവരം കെട്ടവന്മാരെ. എടാ ഞാൻ തക്കടിച്ചാലുണ്ടല്ലോ കറക്റ്റായിട്ട് തക്ക് അടിക്കും ഞാന്. നീ ഒന്നും ജന്മത്ത് പോലും ചിന്തിക്കാത്തതാ നിന്റെയൊക്കെ അണ്ണാക്കിനകത്തോട്ട് ഞാൻ പിരികേറ്റി തരുന്ന സാധനം. അങ്ങനെയുള്ള എനിക്ക് തന്നെ നിങ്ങൾ ഇട്ടിട്ട് തന്ന് നിങ്ങൾ ഫാൻ ബേസ് കൂട്ടി തരുവാണോ എനിക്ക്? എടാ കുണ്ടിലടിച്ച് പൊട്ടിച്ച് വളർത്താനായിട്ടെ എന്റെ അപ്പൻ കൊതമതിന്റെ അനുയായി അല്ല മോനെ. എന്റെ അച്ഛൻ ഒന്നാം തരം സത്യക്രിസ്ത്യാനിയായിരുന്നു. അതുകൊണ്ട് കൊതഭോഗമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കുണ്ടിക്കടി മുഴുവനും നമ്മുടെ കൊതമതിന്റെ വകയാണ്. അത് കൊതമതിന് മാത്രമുള്ളതാ. ഈ ലോകത്തെ ഒരു മതക്കാർക്കും അത് അവകാശപ്പെടാൻ പറ്റത്തില്ല കുണ്ടിക്കടി. മനസ്സിലായോ? വെളിച്ചെണ്ണ പ്രകവും കുണ്ടിക്കടിയൊക്കെ. അതുകൊണ്ട് കുണ്ടിയുടെ കാര്യമൊന്നും നീ ഇവിടെ പറയണ്ട. നീ ചെല്ല്, എന്റെ ഇങ്ങനെ അടികൊണ്ട് ചാകാതെ നീ പോവും. അടുത്ത കുണ്ടിക്കടി നിനക്കായിരിക്കും നീ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് സമയം കളയാതെ നമ്മൾ സ്ഥലം കാലിയാക്ക്. യുവന്മാര് തന്നെ എന്നെ ഫേമസ് ആക്കുമെന്നാ തോന്നുന്നത്, എന്നെ തగ్గടിപ്പിച്ച്. കഴിഞ്ഞ ദിവസം വേറൊരുത്തം വന്നൊരു വാക്ക് പറയും, എന്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഈ ലൈവൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ യുവന്മാർക്ക് കൊടുക്കുന്ന കൊടുപ്പ് കണ്ട് ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കാറുണ്ട് പലപ്പെട്ടോ ഇരുന്നിട്ട്. ഇനിയിപ്പോയിട്ട് എന്ത് ചെയ്യണം? ആസാദ് കയവരുത് അടുത്ത തగ్గടിക്കാനുള്ള വാക്കുകൊണ്ട് ഇട്ട് വന്നു കേട്ടോ അവൻ. ആണോ ചേച്ചി? ചേച്ചിക്ക് കുണ്ടി ടോപ്പിക്ക് മാത്രം സംസാരിക്കുന്നു. കുണ്ടിയുടെ ആൾക്കാർ മാത്രം വരുമ്പോൾ പിന്നെ കുണ്ടി ടോപ്പിക്കല്ല വേറെ വല്ല ടോപ്പിക്ക് സംസാരിക്കാൻ പറ്റുമോ? വരുന്നത് മൊത്തം കൊതമതിന്റെ ആൾക്കാരാണല്ലോ ഇതിനകത്ത് വന്ന് കമന്റ് ഇടുന്നത് മൊത്തവും. അവർക്ക് കുണ്ടിക്കച്ചവടം മാത്രമേ ഉള്ളൂ, വെളിച്ചെണ്ണ കച്ചവടവും കുണ്ടിക്കച്ചവടവും മാത്രമേ ഉള്ളൂ. പിന്നെ അവരോട് വേറെ എന്തെങ്കിലും ടോപ്പിക്ക് പറയാനുണ്ടോടാ? എടാ വിവരം കിട്ടവനെ ആസാദേ. നിന്റെ ഉമ്മയുടെ പറയോ? അസാദേ ഉമ്മയ്ക്ക് പറയും കൊണ്ടാണോ നടക്കുന്നത്? ഞാൻ വിചാരിച്ച് ഉമ്മയെന്ന് പറയുന്നത് പെണ്ണായിരിക്കും എന്നാ. ഇപ്പൊ നിന്റെ ഉമ്മയെന്ന് പറയുന്നത് ആണും പെണ്ണും കേട്ട ചീണ്ടിയാണെന്നുള്ളത് കാര്യം നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആസാദേ, ആസാദിന്റെ ഉമ്മ അപ്പൊ നിന്നെ എങ്ങനെയാണോ ഉണ്ടാക്കിയത്? തൂറിയിട്ടുണ്ടാക്കിയ സാധനമാണോ നീ? ആസാദ് കയവിൽ എടാ ഓടുമയിരേ, പന്നിവാണത്തിന് പെറ്റിട്ടവനെ മോനെ, ഓട് കണ്ട വഴിക്ക്. മനസ്സിലായോ? ഉമ്മയുടെ വറി എടുത്തോണ്ട് ഓട്, ഓടുന്ന വഴിക്ക്. ഇല്ലെങ്കിൽ പട്ടി വന്ന് നിന്റെ ഉമ്മയുടെ വറി എടുത്ത് നക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഓടുന്ന വഴിക്ക് ഉമ്മയുടെ 2 പറയും താങ്ങി പിടിച്ചിട്ട് വേണം ഓടാനായിട്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ നിന്റെ ഉമ്മയുടെ വറി വന്നിട്ട് പട്ടി എടുത്ത് എന്ത് ചെയ്യും? നക്കും. അതുകൊണ്ട് സ്ഥലം കാലിയാക്കി വണ്ടി വിട്ടോ. സ്റ്റാൻഡ് വിട് മോനെ, സ്റ്റാൻഡ് വിട്. അപ്പൊ സഹോദരങ്ങളെ, ആസാദ് കയവിൽ ഓക്കെ സമ്മതിച്ചു. ഇസ്രായേൽ കി ജയ്, ചേച്ചി ജയിച്ചു. ഇസ്രായേൽ കി ജയ്, ചേച്ചി സമ്മതിച്ചു. ആസാദ് മോനെ ഓക്കെ, വണ്ടി വിട്. കഴിഞ്ഞല്ലോ, എന്നാ വണ്ടി വിട്. ഇനി വണ്ടി വിട്, സമാധാനത്തോടെ കിടന്ന് ഉറങ്ങ്. ചെല്ലാ ആസാദേ, മതി. ഗെയിമൊക്കെ കളിച്ച് നീ ഇസ്രായേലിന് ജയും വിളിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങോടിപ്പോ കേട്ടോ. സമയം കളയല്ലേ, വെറുതെ സമയം കളഞ്ഞ് കിടക്കില്ലേ. അടിയൊക്കെ ഓർത്തിട്ട് നല്ലതുപോലെ എണ്ണയൊക്കെ തേച്ചിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് പോവും. ഇന്നത്തെ കുണ്ടൻ അവാർഡ് ആസാദിന് കൊടുത്താലും നമുക്ക്, 1ാം തരം കുണ്ടൻ അവാർഡ് നമുക്ക് ആസാദിന് കൊടുക്കാം. നമുക്ക് ചെല്ലു മോനെ, ഓട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും
നമ്മുടെ ഇസ്രായേലിന്റെ വക കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരിക്കൽ കൂടി, കേരളത്തിലെ കുണ്ടൻ സുഡാപ്പികൾക്കുമെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ പറയുകയാണ്. വാർത്തകൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം നമുക്ക് യഥാർത്ഥ വാർത്തകളിലേക്ക് തിരിയുന്നതായിരിക്കും. അതുവരയ്ക്കും നമ്മൾ ഫേക്ക് ന്യൂസ് വഴിക്ക് ഇസ്രായേലിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി ഇസ്രായേലിന്റെ കൗതുക കാഴ്ചകളെല്ലാം മാരകമായി പ്രഹരമേറ്റ് കിടക്കുന്ന ആടിയുലയുന്ന തേങ്ങാക്കുലയിൽ മണ്ടരിയോ എന്ന് പറയുന്ന ആടിയുലയുന്ന ഇസ്രായേലിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രഹരമേറ്റ് കിടക്കുന്ന ഇസ്രായേലിന് ഇറാന്റെ മാരക ശക്തിയിൽ പ്രഹരമേറ്റ് കിടക്കുന്ന അടികൊണ്ട് കിടക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന വാർത്തകൾ വീണ്ടും വീണ്ടും പൊലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് നമുക്ക് പിന്നീട് ചിന്തിച്ച് ഇറാനെ ഓർത്തിരുന്ന് മോങ്ങാം. അതുവരയ്ക്കും നിങ്ങൾ ഇങ്ങനെ തന്നെ വാർത്തകൾ തുടരണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ കേരളത്തിലെ സകല മാധ്യമങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ആ പദ്ധതിയിൽ ഭാഗവാക്കാകാൻ ഭാഗ്യം ലഭിച്ച സുഡുക്കൾക്കും അതുപോലെ ഈ കേരളത്തിലെ സകല മാധ്യമങ്ങൾക്കും വളരെ സന്തോഷം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഇസ്രായേലിന്റെ പദ്ധതിയിൽ ഭാഗവാക്കായതുകൊണ്ട് ഇസ്രായേലിന് ഇപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉപകാരം ഉണ്ടല്ലോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ. കാരണം കഴിഞ്ഞ യുദ്ധത്തിൽ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്തത്. അതുകൊണ്ട് ഇസ്രായേൽ കളം മാറ്റി ചവിട്ടി, ആ കളത്തിനകത്ത് നിങ്ങൾ വീണു. അപ്പൊ ശരി, അപ്പൊ വീണ്ടും കാഴ്ചകളിലും വിശേഷങ്ങളിലും അറിവുകളും നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ലഹിത്രോത്ത്.